ആവശ്യമായ പുനരധിവാസവുമൊക്കെ ഉറപ്പുവരുത്തും. ജനങ്ങൾക്കൊരു സംശയം ഉണ്ടായില്ല. ജനങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഇപ്പോ തലപ്പാടി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ റീച്ച് ഓരോന്നായി ടെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാത്ത ഒന്നാണ് എന്നാർക്കും പറയാനാവില്ല. ഇതുപോലെ അനേകം കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ ധാരാളം നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. ഇതിൽ ഓരോ കാര്യത്തിലും നാട് മുഴുവൻ ഒന്നിച്ചു നിന്നു എന്താണ് പ്രത്യേകത. ഇപ്പോ ചില റീച്ചുകൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തീരദേശ ഹൈവേയുടെ അനുഭവവും ഇത് തന്നെയാണ്. പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ സംസ്ഥാനത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള എടമൺ കൊച്ചി പവർ ഹൈവേ എത്രയോ കാലമായി നടക്കേണ്ട ഒന്നായിരുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇതിവിടെ നടക്കില്ല എന്ന് കണക്കാക്കി ഇട്ടേച്ചു പോയതാണ്. അവരെ തിരിച്ചു കൊണ്ടുവന്നു. അതിപ്പോ പൂർത്തിയായി. കേരളത്തില് നടക്കില്ല എന്ന് കരുതിയ ഒന്നായിരുന്നു ഗെയിൻ പൈപ്പ് ലൈൻ. ആ ഗെയിൻ പൈപ്പ് ലൈൻ നാട്ടുകാരുടെ ആകെ സഹകരണത്തോടെ തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതാണ് നാം കാണേണ്ടത്. എങ്ങനെ നാട് മാറി? ആ മാറ്റം ജനങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ടുണ്ടായതാണ്. ഞങ്ങള് സർക്കാർ എന്ന നിലക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ളതാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ നടപ്പാക്കണമെന്ന് പറഞ്ഞ് തടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ തടസ്സങ്ങൾ ഉണ്ടാക്കി ശീലിച്ചവർക്ക് പഴയ ബോധ്യത്തിൽ ആ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെ പിന്തിരിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണയുണ്ടായി. അതല്ല ഈ സർക്കാർ എന്ന് അപ്പോ അവർക്ക് ബോധ്യമായി. ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ജനങ്ങൾ തന്നെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോ ഒരു സർക്കാർ എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തോ എന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളാണ്. ആ വിലയിരുത്തല് ജനങ്ങൾ പലവട്ടം നടത്തിയിട്ടുണ്ട്. ഇനിയും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്തുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിഭവം വളരെ ചെറുതാണ്. ആ വിഭവം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ആവശ്യം വളരെ വലുതാണ്. ഈ ആവശ്യങ്ങൾ നിറവേറ്റാനാവണം. ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ
അതിന് പണം വേണം. ബജറ്റിനെ ആശ്രയിച്ച് മുഴുവൻ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിസ്ഥാന സൗകര്യ വികസനം നല്ലതുപോലെ നടക്കണം. അത് ബജറ്റിനെ ആശ്രയിച്ച് മാത്രം നടക്കില്ല. അപ്പം ബജറ്റിന് പുറത്ത് ചില കാര്യങ്ങൾ നടക്കണം. അതിനാണ് കിഫ്ബിയെ പുതിയ രൂപത്തിൽ സജ്ജമാക്കാൻ നാം തയ്യാറായത്. കിഫ്ബി അങ്ങനെ സജ്ജമാകുമ്പോൾ സർക്കാർ പറഞ്ഞു, ഇതിലൂടെ 50,000 കോടി രൂപയുടെ വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത്. പശ്ചാത്തല സൗകര്യ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം 50,000 കോടി രൂപയുടേത് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് കേട്ട ബള്ളിന് കണക്കില്ല. ഇത് മലപ്പടിക്കാരുടെ സ്വപ്നമാണ്, ഇതെവിടുന്നാണ്, എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ആക്ഷേപം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഈ ആക്ഷേപിക്കാൻ മാത്രം ഇവരെന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചിന്തിച്ച ധാരാളം പേർ നാട്ടിലുണ്ട്. ഇപ്പൊ എന്തായി അനുഭവം? ഇപ്പൊ 50,000 അല്ല, 63,000 കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാകാൻ പോകുന്നത്. അത്രയും പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്കൂളുകള്, നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങള്, നമ്മുടെ റോഡുകള്, വിവിധ പദ്ധതികള്, ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിവരുന്ന 25% തുക നമ്മൾ കെട്ടിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ തുക എല്ലാം കിഫ്ബിയിലൂടെയാണ് നാം കണ്ടെത്തിയത്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഒരു ഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഓരോ മുന്നണിയും അവരവരുടേതായ ശക്തി വർദ്ധിപ്പിക്കാനാണ് വലിയ ശ്രമം നടത്തുക. അതും സ്വാഭാവികമാണ്. അപ്പൊ അതിന് അവരവരുടേതായ നയം നല്ലതുപോലെ പ്രചരിപ്പിക്കും. അത് നാടിനു വേണ്ടി ഞങ്ങൾ ഇന്നതാണ് പറയുന്നത് എന്ന് നാടിന്റെ മുന്നിൽ വെക്കുക. ഇത് തരക്കേടില്ല എന്ന് ജനങ്ങൾക്ക് തോന്നി അതിന്റെ കൂടെ ജനങ്ങൾ നിൽക്കും. ഇതാണല്ലോ സാധാരണ സംഭവിക്കുക. ഇവിടെ എന്താ നടന്നത്? ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഈ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗം അനുകൂലമായി എന്തെങ്കിലും ശബ്ദിച്ചോ? അങ്ങനെ അനുകൂലമായി ശബ്ദിച്ചാൽ അത് ഭരണകക്ഷിയെ പിന്താങ്ങലാണോ? നമ്മുടെ നാടിന്റെ വികസന പ്രശ്നങ്ങളാണല്ലോ. എന്തിന് അതിനെ എതിർക്കുന്നു? ജനങ്ങൾക്കാണല്ലോ ഉപകാരപ്രദമാകുന്നത്. എന്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളെ എതിർക്കുന്നു. ഈ പറഞ്ഞ കിഫ്ബി പോലുള്ള നാടിന് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങളെ അടക്കം എതിർത്തും പരിഹസിച്ചും പുച്ഛിച്ചും ഉള്ള നിലപാട് എന്തിനെടുത്തു? എല്ലാ പ്രശ്നങ്ങളിലും ഇതാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് അതാണ് വേണ്ടത്. ഇപ്പോ ഇന്നത്തെ കാലം ഡിജിറ്റൽ യുഗാണല്ലോ. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു കാലം വരുമെന്നുള്ളത്? ഇത് കോവിഡിന്റെ കാലം. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം അടച്ചിരിക്കേണ്ടി വന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നു, അതിനെ നമ്മൾ നേരിടേണ്ടി വന്നു. എങ്ങനെയാണ് നമുക്ക് നേരിടാനായത്?
നമ്മുടെ ജനങ്ങളുടെ ഒരുമ, നാടിന്റെ ഐക്യം, എന്തിനേയും നേരിടാനുള്ള അതിശക്തമായ അതിജീവന ശക്തി, അതല്ലേ നമ്മുടെ ജനത. ആ കുഞ്ഞുങ്ങള്, പഠിക്കുന്ന കുട്ടികള് മുഴുവനായി വീട്ടിനകത്ത്, ക്ലാസ് റൂമിൽ പോകാനാവുന്നില്ല, പഠനം ഓൺലൈനിൽ. പഠനം ഓൺലൈനിൽ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ഒന്നാം തരക്കാരനും രണ്ടാം തരക്കാരനും മൂന്നാം തരക്കാരനും ഒക്കെ ഒരു ഓൺലൈനിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? പക്ഷെ എത്ര എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കി ഞങ്ങളെ ഒരു മേന്മ ഈ നാടിന്റെ ഐക്യം, ഇത്തരം കാര്യങ്ങളുള്ള നാടിന്റെ ഒരു പ്രതികരണ ശേഷി, അത് കാണാതിരിക്കരുത്. ഏതെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയത്? ഫോൺ വേണ്ടവർക്ക് ഫോണ്, ഐപാഡ് വേണ്ടവർക്ക് ഐപാഡ്, ടി വി വേണ്ടവർക്ക് ടി വി. നാട്ടുകാരല്ലേ മുൻകൈ എടുത്തുകൊണ്ട് പലയിടത്തും നടപ്പാക്കിയത്. ഇപ്പോ ഏത് സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്? ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗം ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമെന്ന് ഇന്ത്യ കാണുന്നു. ഇതാണ് പ്രത്യേകത. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞ് ഇതുമായിട്ടെല്ലാം സഹകരിച്ച ജനങ്ങളെ അനുമോദിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും തയ്യാറായോ? നിങ്ങൾ അപമാനിക്കുന്ന ജനങ്ങളെയാണെന്ന് കണ്ടോളണം. നിങ്ങൾ വിചാരിക്കുന്നത് ഗവൺമെന്റിനെ ആക്ഷേപിക്കുകയാണെന്നാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. ഇവിടെ ഗെയിൻ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന്, അവിടുന്ന് വാതകം മംഗലാപുരത്തെത്തി, അവിടെ കുറെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ കുറെ വ്യവസായങ്ങൾക്ക് അത് ഉപയോഗിക്കാനും കഴിയും. അതുമാത്രമാണോ? നമ്മുടെ കേരളത്തിലാകെ ഇതിന്റെ ഭാഗമായി സിറ്റി ഗ്യാസ് പദ്ധതി വരാൻ പോവുകയാണ്. സിറ്റി ഗ്യാസ് വിതരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ പൈപ്പിലൂടെ ഗ്യാസ് എത്തലാണ്. പൈപ്പിലൂടെ എത്തുന്ന സൗകര്യം മാത്രമല്ല, ഈ സിലിണ്ടർ എടുത്തിട്ട് ഓടേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിന് വിലയും കുറവാണ്. അപ്പൊ നമ്മുടെ കുടുംബ ബജറ്റിൽ വലിയ തോതിലുള്ള കുറവ് വരും. നമ്മുടെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇത് ഇന്ധനമായും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെതായ ചാർജ് കുറവും നാട്ടുകാർക്ക് അനുഭവപ്പെടും. ഇപ്പൊ നാടിന്റെ വലിയ തോതിലുള്ള മാറ്റത്തിന് ഇടയാക്കേണ്ടി ഒന്നാണിത്. ഇപ്പോ എന്ത് വികസനമാണ് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. വികസനം എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ സർക്കാർ ഈ ജില്ലക്ക് വേണ്ടി
എന്താണ് ചെയ്തത്? ഇതൊക്കെ നമ്മുടെ കണക്ക് റോഡ് വികസനത്തിന്, ഈ തലസ്ഥാന ജില്ലയുടെ റോഡ് വികസനത്തിന് കേരളത്തിലാകെ കുടിവെള്ളം എത്തിക്കാൻ പോവുകയാണ്. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി ഇവിടെ 635 കോടി രൂപയുടെ പദ്ധതിയാണ്. $525 കോടി രൂപയാണ്. തിരുവനന്തപുരം വിദ്യാനഗരം പദ്ധതിക്ക് 824 കോടി. വ്യവസായ പാർക്കുകളുടെ വികസനത്തിന് സാംസ്കാരിക മേഖല, വിവിധ സ്ഥാപനങ്ങൾ 155 കോടി രൂപയുടെ വികസനം നടക്കുന്നു. ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ ഉണ്ട്. അതില് 25,000 കോടി രൂപയുടെ നിക്ഷേപം വരാനുള്ള സാധ്യതയാണ് തുറന്നിട്ടത്. നിസാൻ, ടെക് മഹീന്ദ്ര, TCS, ടോറസ്, അങ്ങനെ പലരും വന്നു കഴിഞ്ഞു. ഇവരൊക്കെ ലോകത്തിലെ പ്രമുഖരാണ്. അവര് TCS നമ്മുടെ രാജ്യത്തിൽ തന്നെ, അവരെല്ലാം ഇങ്ങോട്ട് വരികയാണ്. നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. റോഡ് പദ്ധതി ഉണ്ടാകാൻ പോവുകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ചില പദ്ധതികള് നാം ഇവിടെ നമ്മുടെ നാടിന്റെ മൊത്തമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിക്കുക എന്നുള്ളതാണ്. LDFന്റെ വികസന നയം സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനമാണ്. സാമൂഹ്യനീതി എല്ലാവരിലും വികസനമെത്തുക,
എല്ലാവർക്കും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയുക. ഇത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ സ്ഥിതി നല്ല സന്തോഷത്തിലാണ്. എല്ലാ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക. പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിധിയാണ്. കാലാനുസൃതമായി സംസ്ഥാന സർക്കാർ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് പറഞ്ഞതാണ്. പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും. എന്തൊരു സന്തോഷാണ് ആ പാവങ്ങൾക്ക്. അവരുടെ കഞ്ഞിമുടി മുട്ടിക്കാനുള്ള നടപടിയായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചത്. ഇവിടെ ഞങ്ങളുടെ അനുഭവം പറഞ്ഞാൽ LDF സർക്കാരിന്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിലുള്ള എല്ലാ ഇനങ്ങളും നടപ്പാക്കുക എന്ന ധാരണയോടെയാണ് സർക്കാർ മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി 4 വർഷം തികഞ്ഞപ്പോൾ തന്നെ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. 600 ഇനമാണ് പ്രകടന പത്രികയിൽ ഉണ്ടായത്. അതിൽ 570 എണ്ണം പൂർണ്ണമായി നടപ്പാക്കി കഴിഞ്ഞു. ഇതാണ് LDF. എന്താ LDFന്റെ പ്രത്യേകത? ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഇത് ജനങ്ങളുടെ ബോധ്യമാണ്. അവരെ ഇപ്പോ കഴിഞ്ഞ ഒരു മാസമായി വിവിധ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും സഹകരണ മേഖലയിൽ ചില നേതാക്കള് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കേസ് സ്റ്റഡി എന്നവരൊക്കെ
മറ്റൊരു ബാങ്ക്. അവര് നാട്ടിലേക്ക് പണം അയക്കുന്നവരാണ്, കുടുംബത്തിലേക്ക് പണം അയക്കുന്നവരാണ്. ഈ ബാങ്ക് നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുമതി ലഭിച്ചാൽ വിദേശത്തുള്ള ഒരാള് പണം അയക്കുന്നു. പണം അയച്ച് കാട്ടാക്കടയിലുള്ള ഒരു കുടുംബത്തിലാണ് കാശ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അവിടെയുള്ള സർവീസ് സഹകരണ ബാങ്ക് ഈ കേരള ബാങ്കിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നവരാണ്. അവരുടെ ഏജന്റായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. കാരണം അവരെല്ലാം ഇതിൽ എഫിലിയേറ്റഡാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ പണം അവിടെ നിക്ഷേപിക്കുമ്പോൾ ഈ വീട്ടിലേക്ക് അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ ആ സർവീസ് സഹകരണ ബാങ്ക് എത്തിക്കുകയാണ്. ആ സർവീസ് സഹകരണ ബാങ്കിൽ പണം എത്തുകയാണ്. എത്രമാത്രം മാറ്റമായിരിക്കും! നമ്മുടെ നാടിന്റെ വലിയൊരു ധനകാര്യ സ്ഥാപനമായി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ബാങ്കുകളെക്കാളും വലിയ ബാങ്കായി ഈ ബാങ്ക് മാറുന്നു എന്നതാണ് വസ്തുത. എന്തിനാണ് ഇതിനൊരു കെറു? നമുക്ക് മനസ്സിലാകില്ല. അപ്പൊ അതിനുള്ള മനസ്സ് വേണം. ആ മനസ്സ് നമ്മുടെ പ്രതിപക്ഷത്തിനില്ല. അതാണ് വസ്തുത. ഇവിടെ നോട്ട് നിരോധന കാലത്ത് സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരുണ്ടല്ലോ. എന്തൊരു സുഖമായിരുന്നു അത്! കേന്ദ്ര ഗവൺമെന്റ് കൂടി ഒത്താശയോടെ അതിനെ തകർക്കാനാണല്ലോ ശ്രമം നടന്നത്. പക്ഷേ നമ്മുടെ നാട്, ജനങ്ങളുടെ ഒരുമ, അതിന്റെ കൂടെ സംസ്ഥാന സർക്കാർ എല്ലാം കൂടി എഴുന്നേറുന്നപ്പോൾ നമുക്ക് ആ ഘട്ടത്തെ വിജയകരമായി അതിജീവിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ നിലയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിലാണ് തകരുന്നത്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് ആ കാശ് മെല്ലെ ഉണ്ടാക്കുക, അതിന് കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുറക്കുക എന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളം ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ബദൽ സൃഷ്ടിച്ചു. അത് ബദലാണ് എന്ന് രാജ്യമാകെ അംഗീകരിച്ചു. ഇപ്പൊ കോവിഡ് അത് സൃഷ്ടിച്ച പ്രതിസന്ധി വളരെ വലുതായിരുന്നല്ലോ. കോവിഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നാം എല്ലാം അടച്ചിരിക്കേണ്ടി വന്നു. നമ്മുടെ ഇടയിൽ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവരില്ലേ? അവരുടെ കയ്യിൽ ഒരു വരുമാനമില്ലല്ലോ. അന്നന്ന് ജോലി ചെയ്താൽ ആ വരുമാനം കിട്ടും, പിറ്റേ ദിവസം പോകാതിരുന്നാൽ പട്ടിണി. ഇതല്ലേ അവസ്ഥ. എന്താ കേരളത്തിന്റെ അനുഭവം? ഒരു കാര്യം സർക്കാർ ആ ഘട്ടത്തിൽ പറഞ്ഞു: നമ്മുടെ കേരളത്തിൽ ആരും പട്ടിണി കിടക്കരുത്. നാട് ഏറ്റെടുത്തല്ലോ.
ഓരോ പ്രദേശത്തുമുള്ള ജനപ്രതിനിധികള്, പഞ്ചായത്ത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങള് എല്ലാം ഏറ്റെടുക്കുകയായിരുന്നില്ലേ? ഞങ്ങളുടെ ഒരു മേന്മയായിട്ട് അവകാശപ്പെടുന്നില്ല. നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരവും രീതിയും അതാണ്. ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. നമുക്ക് ആളുകൾ പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെ കമ്മ്യൂണിറ്റി കിച്ചൺ, ആ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആർക്കാണോ ഭക്ഷണം ആവശ്യമുള്ളത് അവിടെ എത്തിക്കല്, എല്ലാം നടന്നല്ലോ. മാത്രമല്ല, വലിയ തോതിലുള്ള മറ്റിടപെടലുകൾ എല്ലാം എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമായതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ ഒന്നും വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഇതാണ് ജനങ്ങൾ വിഷമം അനുഭവിക്കുമ്പോൾ ആ വിഷമത്തിന്റെ മുന്നിൽ നിസ്സഹായതയോടെ തലക്ക് കൈവച്ച് കരയുന്ന ഒരു സർക്കാരല്ല വേണ്ടത്. അതിന് പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. ആ പരിഹാരത്തിന് നടപടികളാണ് ആവശ്യം. സ്വീകരിച്ചില്ലേ എന്നത് നാട് വിലയിരുത്തേണ്ട കാര്യമാണ്. അത്രയേ ഞങ്ങൾക്കത് പറയാനുള്ളൂ. നാം നേരിട്ട ദുരന്തം ഒന്നല്ല, കോവിഡ് അവസാനത്തതാണ്. നമുക്ക് പല ദുരന്തങ്ങൾ വന്നു. ഓഖി വന്നു, ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, നിപ്പ വന്നു. ഈ പ്രളയത്തിന് പിന്നാലെ തൊട്ടു പിന്നാലെ കാലവർഷക്കെടുതി, അടുത്ത വർഷം, അവസാനം കോവിഡ്. ഇതിനൊന്നും ഇടവേള ഉണ്ടായില്ല. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ച് നാട്ടുകാരുടെ സഹകരണത്തോടെ എല്ലാവരുടെയും ഒരുമയോടെ നമുക്കതിനെ നേരിടാനും അതിജീവിക്കാനും കഴിഞ്ഞു. ഈ ഘട്ടത്തില് ജനങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം എത്തുക, ആവശ്യത്തിൽ ജനങ്ങളെ സഹായിക്കുക, ഇതാണ് വേണ്ടത്. ഫലപ്രദമായി അത് ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം ചെയ്തില്ല. ആ കടമ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നാം കാണണം. കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് തൊഴിലില്ലായ്മ പ്രശ്നം. രാജ്യത്തിന്റെയും വലിയ പ്രശ്നമാണത്. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി അതിനെ മെല്ലെ മെല്ലെ തകർക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. 2020-21 ബജറ്റില് 1,11,500 കോടി രൂപയുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ ബജറ്റില് 38,500 കോടി രൂപ കുറച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊഴിൽ ദിനങ്ങള് 340 കോടിയിൽ നിന്ന് 270 കുറയും. നമ്മളെങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന നടപടികളുമായാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകൾ വീടുകളിൽ തൊഴിലില്ലാതെ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ചിലര് നല്ല പ്രൊഫഷണലായിരിക്കും, ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങളാൽ
ജോലി ചെയ്യാൻ യോഗ്യതയുള്ള ആളുകൾ ജോലി ഇല്ലാത്ത അവസ്ഥയിൽ കഴിയും. എങ്ങനെ വന്നാലും ലക്ഷക്കണക്കിലാണ് അവർ. അപ്പൊ അത്തരത്തിലുള്ള 40 ലക്ഷം ആളുകൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഉദ്ദേശിക്കുന്നത് അവരെയെല്ലാം ഒരു പോർട്ടൽ വഴി എവിടെയൊക്കെയാണോ തൊഴിൽ ആവശ്യമുള്ളത് അവരുമായി പരിചയപ്പെടുത്തും. വർക്ക് ഫ്രം ഹോം എന്ന നില വന്നിട്ടുണ്ട്. അതൊരു സംസ്കാരമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തൊഴിൽ ദാതാക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കും. ഈ വർക്ക് ഫ്രം ഹോം പദ്ധതിയിലൂടെ അവർക്ക് തൊഴിൽ നൽകാനുള്ള നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചിലർക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം, നൈപുണ്യ വർധനവ് വേണ്ടിവരും. അതിനാവശ്യമായ നടപടിയും ഇവിടെ സ്വീകരിക്കാൻ പോവുകയാണ്. ചുരുക്കത്തില് തൊഴിലില്ലായ്മയെ മറികടക്കാൻ വിവിധങ്ങളായ നൂതന പദ്ധതികളാണ് സംസ്ഥാനത്ത് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ രുചിക്കുന്നതല്ല. എന്നാൽ പ്രതിപക്ഷത്തിന് ഒരു കാര്യം അറിയാം, ഈ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സംതൃപ്തി ജനങ്ങളിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിനാണ് വലിയ തോതിൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിനുതകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുകയാണ്. ഉള്ളതെന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ നേരെ പറയാൻ പറ്റുക. ഉള്ളതൊന്നും പറയാനില്ല. അപ്പോ അവർ ഗവേഷണത്തിലൂടെ ചില കാര്യങ്ങൾ കണ്ടെത്താനാണ് നോക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്തോ ഒരു മഹാകാര്യം എന്ന മട്ടില് ജാഥ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് അവസാനിക്കുന്ന ദിവസം കണക്കാക്കി അതിന്റെ തൊട്ടടുത്ത ദിനത്തില് ഒരു വലിയ തെറ്റ് LDF സർക്കാർ ചെയ്തിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു. അതോ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഒരു അമേരിക്കൻ കമ്പനിയെ ഇവിടെ കൊണ്ടുവരാൻ LDF സർക്കാർ നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിനാദ്യം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ എല്ലാ കാര്യത്തിലും കൃത്യമായ LDFന്റെ നയമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നയം എന്താണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ മാത്രമല്ല, നേരത്തെ തന്നെ ഉള്ളതാണ്. ആ നയത്തിന്റെ ഭാഗമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എംപിമാര് പാർലമെന്റിൽ നിലപാട് സ്വീകരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനം ഇത്തരം വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ കേന്ദ്ര ഭരണ
ഭരണകാലത്താണ്. കോൺഗ്രസ്സാണ് നേതൃത്വം വഹിക്കുന്നത്. അന്ന് അതിന് കേരളത്തിൽ നിന്നുള്ള എല്ലാ LDF എംപിമാരും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷേ കോൺഗ്രസ് അത് തിരുത്താൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായി പ്രക്ഷോഭം ശക്തിപ്പെട്ടു. വലിയ തോതിലുള്ള സമ്മർദ്ദം വന്നു. അങ്ങനെയാണ് പിന്നീട് വന്ന ഐക്യമുന്നണി ഗവൺമെന്റ് അതിൽ ആ നയത്തിൽ മാറ്റം വരുത്തുന്നത്. ഇപ്പൊ കോൺഗ്രസ് വിദേശ ശക്തികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത പാർട്ടിയാണ്. LDF എല്ലാ കാലത്തും അതിനെതിരെ നിലപാട് സ്വീകരിച്ചവരാണ്. കേരളത്തിന്റെ കാര്യം, കേരളത്തിലെ LDF സർക്കാർ ഒരു ഫിഷറീസ് നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച നയമനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാനുള്ള വിവിധ നടപടികളുണ്ട്. അതിലും വ്യക്തമായി പറയുന്നുണ്ട്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ശക്തികൾ വരാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനമെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ രീതിയിൽ LDF സർക്കാരിന്റെ നയം അറിയിക്കുന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നയപരമായി LDF അംഗീകരിക്കാത്തൊരു കാര്യം LDF സർക്കാർ നടപ്പാക്കില്ല എന്ന് LDF-നെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പ്രശ്നം, ഇവിടെ ഒരു നിക്ഷേപ സംഗമം നടന്നു. ആ നിക്ഷേപ സംഗമ നാളില് ഞങ്ങള് നിക്ഷേപകര് ആളുകൾ ഇന്നവരൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപത്തിന് തയ്യാറായി ആളുകൾ വന്നു. സ്വാഭാവികമായും നിക്ഷേപത്തിന് ആൾ വരുമ്പോൾ അവരുടെ എല്ലാ കാര്യവും അവിടെ പരിശോധിക്കില്ല. അത് സർക്കാരിന്റെ നയത്തിനനുസൃതമാണോ, നമുക്ക് പറ്റുന്നതാണോ? ഇപ്പൊ നമ്മുടെ പരിസ്ഥിതിക്ക് അനുകൂലമല്ലാത്ത ഒരു വ്യവസായമാണ് വരുന്നതെങ്കിൽ നമ്മൾ അനുകൂലിക്കില്ല, നമ്മളിവിടെ അനുമതി കൊടുക്കില്ല. അതൊക്കെ പിന്നീട് പരിശോധന നടക്കും, അതിനകത്ത് പരിശോധന നടക്കില്ല. എന്നാൽ അത്തരമൊരു നിക്ഷേപ സംഗമത്തിന്റെ അവസാനം ഇവിടെ വന്നവരാര് എന്നൊക്കെ ഞങ്ങൾ അതിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പൊ കേൾക്കുന്നത് ആ പ്രഖ്യാപിച്ച കൂട്ടത്തില് ഇവരുണ്ടായിരുന്നില്ല എന്നാണ്. അതെന്താണെന്നറിയില്ല. ഇവര് പിന്നീട് അവിടെ എത്തിപ്പെട്ടതാണോ എന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ഏതായാലും നിക്ഷേപ സംഗമത്തിൽ എത്തി എന്നുള്ളത് കൊണ്ട് അവർക്ക് നേരെ നിക്ഷേപം നടത്താൻ പറ്റില്ല. നിക്ഷേപ സംഗമം ഒരു വലിയ ആൾക്കൂട്ടമാണ്. നിക്ഷേപത്തിന് താല്പര്യമുള്ള എല്ലാവരും അവിടെ വരുന്നു. കുറച്ച് മണിക്കൂർ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നു. എന്താണ് കേരളത്തിന്റെ നയം എന്നത് നമ്മൾ പറയുന്നു, അവരത് കേട്ട് നിലപാടെടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അവരെ താല്പര്യം അവരറിയിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നീട് പരിശോധനയാണ്. ഇവിടെ ഒരു സ്ഥാപനം, ആ സ്ഥാപനം KSINC എന്ന് പറയുന്ന സ്ഥാപനം, അവര് ഈ പറയുന്നവരുമായി ഒരു പ്രത്യേക കരാർ ഒപ്പിടുന്നു. ആശ്ചര്യകരമായൊരു കരാറാണ്. കാരണം അങ്ങനെയൊരു കരാറിലേക്ക്, ഒരു MOU ആണ്, കരാറല്ല, MOUയിലേക്ക് പോകും. ആ MOUയിലേക്ക് പോകുമ്പോൾ MOU ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ സെക്രട്ടറി അറിയും. ആ സെക്രട്ടറി നമ്മുടെ ജലവിഭവ വകുപ്പിന്റെ
അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശ്രീ ടി കെ ജോസാണ്. അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല, ഒരു കാര്യം അറിയില്ല. ഇത് ഫെബ്രുവരി 2-ാം തീയതിയാണ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഒപ്പുവെക്കൽ ഫെബ്രുവരി 1 നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ കേളിക്കൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ആ ഒപ്പുവെച്ച കാര്യം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അറിയുന്നില്ല. പിന്നെ ഇത് വിവാദമായി വരുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ അവസാനിക്കാൻ പോകുന്ന ദിവസത്തിന്റെ തൊട്ടു മുന്നോടിയായി ഈ പ്രശ്നം വിവാദമായി ഗവൺമെന്റ് MOU എന്നത് സർക്കാർ അറിയാത്ത കാര്യമാണ്. സർക്കാർ അറിയാതെ MOU വെക്കാൻ പാടില്ല. ആ MOU റദ്ദ് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം കൊടുത്തു. മാത്രമല്ല MOU വെക്കാനിടയായ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനും സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇതൊക്കെ വിവാദങ്ങളായപ്പോ ഏതൊരു മാധ്യമ പ്രവർത്തക ഈ പറയുന്ന സ്ഥാപനത്തിന്റെ MD-യെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരോട് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്ന പരാതിയും വന്നിരിക്കുക. അതും പരിശോധിക്കാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുക. ഇവര് KSADC-യുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയെന്ന് പറയുന്ന ധാരണ, അതിനും ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശം കൊടുത്തു, അത് റദ്ദ് ചെയ്തു. അപ്പോ എല്ലാവർക്കും കാര്യം ബോധ്യമാണ്. ഗവൺമെന്റിന് കൃത്യമായി നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായി ഏതോ ചില നിലകളുടെ ഭാഗമായി, അതെന്താണെന്ന് ഇനി മനസ്സിലാക്കാണ്ടിരിക്കുകയാണ്, അതാണ് അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു ഒപ്പിടൽ നാടകം നടത്തും. അതാണ് ഈ MOU നാടകം. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് റദ്ദ് ചെയ്തു, തുടർ നടപടിയും എടുത്തു. അപ്പോ നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന ധാരണയിൽ വല്ലാതെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് UDF, BJP-യും കൂടെയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടേതായ ജീവിതാനുഭവങ്ങളുണ്ട്. ഈ 5 വർഷക്കാലം മത്സ്യത്തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആ തൊഴിലാളികളോടൊപ്പം ഗവൺമെന്റ് നിന്നത് എന്ന് അവർക്കെല്ലാം അവരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതണ്ട. പിന്നെ ചില ചെയ്തികൾ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ പിന്നീട് പറയാം. നമ്മുടെ കേരളത്തിന്റെ MP-മാരിൽ ഒരാളാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇവിടെ വന്ന് LDF സർക്കാരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ
അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ സ്ഥാനത്തിന് എം പി അല്ല കേട്ടോ, അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണല്ലോ. എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന്. അങ്ങനെയുള്ള ഒരാള് പറയേണ്ടതാണോ? പിന്നെ അദ്ദേഹം കോൺഗ്രസിന് സ്വാധീനമുള്ള ചില സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളില് BJP-യുമായി ചിലയിടത്ത് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ടല്ലോ. എന്തേ അങ്ങോട്ട് പോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാനൊരു മടി? എന്ത് പങ്കാണ് ആ കാര്യത്തിലൊക്കെ വഹിച്ചത്? നമ്മുടെ വിവിധ സ്ഥലങ്ങളില്, വിവിധ സംസ്ഥാനങ്ങളില് ഉള്ള നില എന്തുകൊണ്ടോ BJP-യെ ഒഴിഞ്ഞു മാറാൻ ശ്രമമില്ലേ? അദ്ദേഹത്തിന് LDF-നെ നേടാൻ വലിയ താല്പര്യമാണ്, LDF-നെ ആക്രമിക്കാൻ വലിയ താല്പര്യമാണ്. ആരെ സഹായിക്കാൻ? നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടുവോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ കേരളത്തിലുള്ള നില രക്ഷപ്പെടുന്നത് ഇവിടുത്തെ LDF-ന്റെ ശക്തി കൊണ്ടാണ് എന്നത് കാണണം. കാരണം ഞങ്ങളുണ്ട് ഇവിടെ BJP-ക്ക് പ്രതിരോധം തീർക്കാൻ. ഈ നാടിനും ജനങ്ങൾക്കും അതറിയാം. അതിന്റെ ഭാഗമായി ഈ നാടിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അതിർത്തിക്കകത്തും തുടങ്ങുന്ന ഒരു സംസ്ഥാനമാണല്ലോ പുതുച്ചേരി. എന്തായി? എങ്ങനെയാ ഇപ്പൊ നഷ്ടപ്പെട്ട്? നിങ്ങൾ എന്ത് നില സ്വീകരിച്ചു? എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അപ്പോ എവിടെയോ ഒരു വഴുതി മാറൽ. LDF-നെ വലിയ തോതിൽ ആക്രമിക്കാൻ ഔത്സുക്യം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് സ്വീകരിക്കേണ്ട നിലയല്ല അത് എന്ന് മാത്രം ഇപ്പോ പറഞ്ഞു വെക്കാം. മറ്റു കാര്യങ്ങള് മറ്റു ചിലരൊക്കെ പറയാറുണ്ട്, അതൊന്നും ഞാനിപ്പോ പറയാൻ തയ്യാറാകുന്നില്ല. വടക്കേ ഇന്ത്യക്കാരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. പക്ഷേ വടക്കേ ഇന്ത്യക്കാരെ അവമാനിച്ചത് മോശമായി പോയി കേട്ടോ. നിങ്ങളെ തെരഞ്ഞെടുത്തവരെ അടക്കം പിന്നെ തള്ളിപ്പറയുന്നത് അതൊരു മാന്യമായ രാഷ്ട്രീയ നിലയല്ല എന്നതെങ്കിലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് കഴിയാവുന്നത്ര ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് LDF ശ്രമിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പോ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചാണ് നിൽക്കുന്നത്. 1600 രൂപ പെൻഷൻകാരുടെ കയ്യിൽ മാസാമാസം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. UDF-ലെ പെൻഷൻകാരുടെ എണ്ണം നേരത്തെ 34 ലക്ഷം മാത്രമായിരുന്നു, അതിപ്പോ 59 ലക്ഷത്തിലധികമായി. അപ്പോ വലിയ തോതിൽ വർധനവ് LDF-ന്റെ കാലത്ത് ഉണ്ടായി എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ 2,51,684 വീടുകളാണ് ലൈഫിന്റെ ഭാഗമായി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ബാക്കി വീടുകൾ നിർമ്മിക്കുന്നു. ഇനിയും അർഹതയുണ്ട് എന്ന് പറയുന്നവരുടെ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ വിഭാഗം പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനുള്ള നടപടികളാണ് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിനെ തകർക്കാൻ UDF-ഉം BJP-യും അഴിച്ചുവിടുന്ന കുപ്രചരണങ്ങൾ കൊണ്ട്
ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഞങ്ങൾക്കില്ല നല്ല രീതിയിലുള്ള സ്വീകാര്യ നേതൃത്വത്തിൽ എറണാകുളത്ത് പുറപ്പെട്ട ഈ ജാഥ എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് തൃശ്ശൂരിൽ ഇന്ന് തന്നെ സമാപിക്കുന്ന മറ്റൊരു ജാഥ, ഇതിനെല്ലാം വഴിനീളെ വൻപിച്ച സ്വീകരണമാണ് ലഭിച്ചത്. LDF-ന്റെ അടിത്തറ വിപുലമായിരിക്കുകയാണ്. കൂടുതൽ ജനവിഭാഗങ്ങൾ LDF-ലേക്ക് കടന്നു വരികയാണ്. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇതിന് LDF-ന് യാതൊരു ആശങ്കയുമില്ല. നല്ല രീതിയിലുള്ള പോരാട്ടം നമുക്ക് നടത്താൻ കഴിയും. ജനങ്ങളോടൊപ്പമാണ് LDF-നോടൊപ്പമാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാശങ്കയുമില്ലാതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം. ഒരു കാര്യം മാത്രം, ജനങ്ങളെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുമ്പോൾ വിനയാന്വിതമായി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം എല്ലാവരും നടത്തുക. കൂടുതൽ ആളുകളെ, കൂടുതൽ വീടുകളെ ബന്ധപ്പെടുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്നിയൻ രവീന്ദ്രനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. അതിനിടയിൽ വലിയ പ്രസംഗമൊന്നുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. നമ്മുടെ രാജ്യം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാജ്യം ഭരിക്കുന്നത് BJP-യാണ്. BJP ഗവൺമെന്റ് 6 വർഷമായി. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനം നമ്മൾ ദിവസേന അനുഭവിച്ചുകൊണ്ടിരിക്കുക. BJP ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ, വൻകിട മുതലാളിമാർക്ക് ഇഷ്ടം പോലെ കടന്നാക്രമിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. ആ ഭരണാധികാരികളാണ് കേന്ദ്രം ഭരിക്കുന്നത്. മാത്രമല്ല, രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സമീപനം രാജ്യത്ത് പലയിടത്തും സ്വീകരിക്കുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യം ഒരു പോർലമില്ലാതെ എത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഭരണകൂടമുള്ളതുകൊണ്ടാണ്. ആ കാര്യം ബന്ധപ്പെട്ടവർ മറക്കരുത് എന്നാണ് ആദ്യം പറയാനുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇപ്പം UDF-ന്റെ മുഖ്യ ശത്രു. UDF-ന്റെ പ്രസംഗത്തിൽ എവിടെയും BJP-യെ കുറിച്ച് പറയാറേയില്ല. BJP-യെ കുറിച്ച് പറയാൻ അവർക്ക് നാക്ക് പൊങ്ങുന്നില്ല. രാജ്യത്ത് മുഴുവൻ ഇതുപോലെ ജനങ്ങളെ ഇഷ്ടം പോലെ കൊള്ളിയെടുക്കുന്ന ഭരണാധികാരികൾക്കെതിരായി ഒന്ന് നിവർന്നു എന്നൊരു വാക്ക് പറയാൻ പറ്റാത്തൊരു പ്രസ്ഥാനമായി ഇവിടുത്തെ UDF അധപ്പതിച്ചിരിക്കുന്നു. അവർ അധികാരത്തിന് വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുമെന്ന ബോധ്യമാണ്. അവർ ധരിച്ചത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കേരളത്തിൽ മാറി മാറി വരും, നമുക്കൊരു 5 വർഷം കൊണ്ട് നമുക്ക് വീണ്ടും കിട്ടുമെന്ന് ധരിച്ചതാ. ആ സ്വപ്നങ്ങളൊക്കെ അവർക്ക് തന്നെ പോയി. ഇനി അവരാരും അങ്ങനെ ഒരു മോഹത്തിൽ നിൽക്കാൻ ഇടയില്ല. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നത്തിന്റെ പേരിൽ ഇവിടെ എന്തും ചെയ്യാമെന്ന രീതിയായിരുന്നു. ഗവൺമെന്റിന് തലങ്ങും
വിലങ്ങും വിലങ്ങും ആക്രമിക്കുക. എന്തെല്ലാം പറഞ്ഞ് ആക്രമിക്കാം അതെല്ലാം ആക്രമിക്കുക. നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കാലത്ത് കേരളത്തിൽ കണ്ടതെന്താ? ഒരു 3-4 മാസം കേരളത്തിൽ മുഴുവൻ ചർച്ച എന്തായിരുന്നു? വീടുകളും ചർച്ച എന്തായിരുന്നു? ഈ ഗവൺമെന്റിനെതിരായി ഇതുപോലെ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടൊരു കാലമുണ്ടോ? അപവാദ പ്രചരണങ്ങൾ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ 9 രഹസ്യാന്വേഷണ ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും മൂടിയില്ലേ? എന്തൊക്കെ പ്രചരിപ്പിച്ചു? ഈ ഗവൺമെന്റിനെതിരായി എത്ര കേസുകൾ, എവിടെ പോയി ആ കേസെല്ലാം? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എവിടെ പോയി? എവിടെ ഏജൻസി? ഏഴി എവിടെ? കേടി എവിടെ? പീഡി എവിടെ? ഡി എവിടെ? ഒന്നിനും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവർക്ക് പിന്തുണ ജയമുണ്ടാകുമ്പോൾ അതുവരെ ഗവൺമെന്റിനെതിരായി ഈ ആക്രമണം നടത്തിയ ആളുകൾ എവിടെയാ പോയത്? നുണപ്രചരണം കൊണ്ട് ഒരുപാട് കാലം കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല. ഇത് കേരളമാണ്. ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ജനങ്ങളാ. എന്താ തെരഞ്ഞെടുപ്പ് കാലത്ത് ധരിച്ചത്? തെരഞ്ഞെടുപ്പിൽ മാറി വരുന്നു കേരളം. കേരളത്തിൽ ലോക്കൽ ബോഡി പിടിച്ചെടുക്കാൻ പോകുന്നു. എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പം UDF നേതാക്കന്മാർ പറഞ്ഞു, സാരമില്ല, അത് പഞ്ചായത്തിലെ അവിടെ വ്യക്തിപരമായ വോട്ട് അതിന് വരാൻ പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ രാഷ്ട്രീയ വോട്ടായി തീരുമാനിക്കും. എന്താ തീരുമാനിച്ചത്? കഥ കഴിച്ച്. ആര്? ജനങ്ങള്. എന്താ പറഞ്ഞത്? നീ വേണ്ട, നീയോ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിന്റെ കളിയോ നമുക്ക് വേണ്ട. രാജ്യം തീരുമാനിക്കുന്നു. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ തീരുമാനിക്കുന്നു. നമുക്ക് അഭയമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മളെ രക്ഷിക്കാൻ രക്ഷകന്മാരുണ്ട് കേരളത്തിൽ. ആ രക്ഷകരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അവർക്ക് പൂർണ്ണമായും ബോധ്യമായിരിക്കുന്നു. അതാണ് ഈ നാട്ടിൽ നടന്ന എല്ലാം. പ്രളയം വന്ന് നാട് മുഴുവൻ പ്രളയത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന അവസരത്തിൽ ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പ്രളയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ മനുഷ്യരിലെ അവരെല്ലാം ആപത്ത്, വെള്ളത്തിന് മുമ്പിൽ മരണവും ജീവിതവുമായി ഇങ്ങനെ വെല്ലുവിളിയില്ല. ആ ഘട്ടത്തിൽ എന്തായിരുന്നു UDF ജോലി? UDF അന്ന് ഗംഭീരമായി പറഞ്ഞു, പട്ടാളം വന്നാൽ പ്രളയം പോകും. ഞാൻ ധരിച്ച് പ്രളയത്തിന് പറയുന്ന കാര്യം മനസ്സിലാവും. പട്ടാളത്തിന്റെ പേര് കേൾക്കുമ്പോൾ പട്ടാളത്തിന് ഇങ്ങനെ തോക്കും ആയുധമുള്ളതല്ലേ പ്രളയം ഓടിപ്പോകുന്ന. എന്താ ഉണ്ടായത്? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെല്ലാം ഒരുമിച്ച് പറഞ്ഞു, ഈ നാട് രക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടാൻ നിൽക്കാം. ഒരുമിച്ച് നിന്ന്. UDF മിണ്ടിയില്ല. അവരെന്താ പറഞ്ഞ്? ശരിപ്പെടുത്തണം. കോൺഗ്രസ് എന്താ പറഞ്ഞ്? ഒരു പൈസ കൊടുക്കാൻ പാടില്ല. എന്താണ്? പ്രളയ ഫണ്ടിലേക്ക്. അതുകൊണ്ടോ നിങ്ങളൊന്നും കൊടുക്കണ്ട, ഞങ്ങളോ ഒരു പണിയെടുക്കാൻ പോവാന്ന്. വീട് പോന്നാക്ക് വീട് വെച്ചു കൊടുക്കും. ഇവിടെ കേരളത്തിൽ എത്ര വീട്? 1000 വീട്. ആര്? ഇവിടെ നാട് മുഴുവൻ എത്ര പണം കണക്ക് പറഞ്ഞിട്ടില്ല. പിരിച്ചോെല്ലാം പോക്കറ്റിലാക്കി. ഏത്? പ്രളയത്തിന്റെ പേരിൽ. എന്തിനാ പിരിച്ച? വീടുണ്ടാക്കാൻ. ഒറ്റ വീട് വെച്ച് കൊടുത്തോ കേരളത്തിൽ? അവരിപ്പോ മറന്നുപോയി പോലും. പ്രളയകാലത്ത് പോലും നാട് മരണത്തിന് മുമ്പിൽ മനുഷ്യൻ നിൽക്കുമ്പോൾ, വെള്ളവും മനുഷ്യനുമായി മരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നെട്ടോട് നടക്കുമ്പോൾ ഈ കേരളത്തിൽ പണം പിരിക്കാൻ വേണ്ടി പോയി മാത്രം മുന്നോട്ട് പോയൊരു പ്രസ്ഥാനമാണ് UDF. മറക്കരുത്, ജനങ്ങൾ മറക്കില്ല. അതല്ലേ ഇവിടെ കോവിഡ് കാലത്തുണ്ടായത്? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു ഉള്ള സഹായം ചെയ്യാൻ. കൊച്ചു കുട്ടികൾ ഹുണ്ടിയ ബോക്സിലിട്ട കാശ് കൊണ്ട് കൊടുത്തു. ചെറുപ്പക്കാരാണെങ്കിൽ നാട് മുഴുവൻ വീടുകൾ, കോവിഡുമായി വീടുകൾ നിരന്തരമായി നിൽക്കുമ്പോൾ എല്ലാ മനുഷ്യരെ സഹായിക്കാൻ തെരുവുകളിൽ പോയി പല ചാനൽ നടത്തി ഇവിടെ കാശുണ്ടാക്കി. എന്നാൽ ഇവരെന്താ ചെയ്തത്? എന്തായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ? അവരാ സമയം നോക്കി ഈ ഗവൺമെന്റിനെ വെട്ടിലാക്കാൻ എന്താ വഴി? അതല്ലേ ആലോചന. അതായിരുന്നു നോക്കിയിരുന്നത്. അവർ പറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റിനെ സഹായിക്കാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നോ? ഇല്ല. ഇവിടുത്തെ ആളുകളോ? തന്നില്ല. കോൺഗ്രസോ? മണ്ടിയില്ല. UDF മണ്ടിയില്ല. BJP തരികയില്ല. കാരണം എന്താ? ഒരു ചാൻസാണ്. അതുകൊണ്ടോ കഥ കഴിച്ചേക്കാം.
ആര്? ഇടതുപക്ഷത്തിന്റെ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടാനെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മനക്കരുത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ കേരളത്തിൽ ഒരു മനുഷ്യനും കോവിഡ് ബാധിച്ച ഒരു മനുഷ്യനും ഒരു പൈസയും ചെലവാക്കണ്ട, അവന് ചികിത്സ കേരളത്തിൽ സൗജന്യമാണ്. UDF-കാരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ പാവപ്പെട്ട മനുഷ്യന്റെ സർക്കാരാ, പട്ടിണിക്കാരന്റെ സർക്കാരാ. ആ സർക്കാരാ കേരളം ഭരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ലൈഫിന്റെ കാര്യം. UDF നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ലൈഫ് നിർത്തും. എന്താ മിസ്റ്റർ അതിനർത്ഥം? ഈ നാട്ടിൽ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന രീതിയിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ, ആ മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം തീരുമാനിച്ചു. 2.5 ലക്ഷം വീട് വെച്ചു കൊടുത്തു. മാത്രമല്ല, ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്താ? വീടല്ല, ഫ്ലാറ്റ്. ഞാൻ ആലോചിക്കുക, ഫ്ലാറ്റോ? ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും തെരുവിൽ പോയി ജോലി ചെയ്യുന്നവനും മണ്ണ് വെട്ടുന്നവനും അതുപോലുള്ള മനുഷ്യർക്ക്, പാവപ്പെട്ട മനുഷ്യന് ഫ്ലാറ്റ്. കേരളത്തിലെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാവപ്പെട്ട തൂപ്പുകാരന് താമസിക്കാൻ ഫ്ലാറ്റ്. അത് കേരളത്തിൽ കൊടുത്തത് ഈ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ ആക്രമിക്കാൻ വരുന്നതിന് പകരം ഇതിനെ സഹായിക്കേണ്ട സമയമല്ലേ സ്വീകരിക്കേണ്ടത്? എന്താ പ്രതിപക്ഷത്തിന്റെ കടമ? അപവാദ പ്രചരണത്തിന്റെ കേന്ദ്രമായി മാറുന്നു പ്രതിപക്ഷം. എന്തും പറയല്ലോ, ഓരോ ദിവസവും എന്തെങ്കിലും പറയും. നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റു പറയും. ഒരു ദിവസം രാവിലെ BJP നേതാവിന്റെ ഒരു പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞ ലൈവായി വരാം, ബ്രേക്ക് ന്യൂസ്. അതാ പേര്, ബ്രേക്ക് ന്യൂസ്. എന്താ? മുഖ്യമന്ത്രി നാട്ടിലില്ലാതപ്പം അദ്ദേഹത്തിന് ഒപ്പിട്ടുകൊണ്ടൊരു തീരുമാനമെടുത്ത്. മുഖ്യമന്ത്രി നാട്ടിലില്ലാതപ്പം അപ്പൊ ആരാ പറഞ്ഞത്? BJP. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും വന്നു. എന്താണ്? ബ്രേക്ക് ന്യൂസ്. ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ്. രണ്ടാളും അപ്പുറത്തും. എന്താ പറഞ്ഞ്? മുഖ്യമന്ത്രി കണ്ണൊപ്പ്. അതുകൊണ്ടോ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഒപ്പിട്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അന്വേഷണത്തിലെ കാര്യം. ഇതാ വരുന്ന നുണപ്രചരണങ്ങൾ. ആ നുണപ്രചരണങ്ങൾക്ക് നാട്ടിൽ മണിക്കൂറിന് ഫലം പോലുമില്ല. അങ്ങനെ കേരളത്തിൽ 5 വർഷക്കാലം ഈ ഗവൺമെന്റിനെ എങ്ങനെ വെട്ടിലാക്കാമെന്ന് നോക്കിക്കൊണ്ട് നടന്ന പ്രതിപക്ഷക്കാരോട് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളോട് കാപട്യം പറഞ്ഞുകൊണ്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് തീരുമാനിക്കുന്നു. അതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് ആവർത്തിക്കാൻ പോകുന്നു കേരളത്തിൽ. ഏപ്രിൽ മാസം 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കല്ലേ? ആ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ മുഹൂർത്തം. ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. ആ വിജയത്തിന് വേണ്ടി കേരളം ഒരുമിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം അഭിമാനകരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഈ റാലി തെളിയിക്കുകയാണ്. സഖാവ് ബിനോയ് വിശ്വം നയിച്ച ഈ ജാഥ, മറ്റൊരു ജാഥ തൃശ്ശൂരിൽ സഖാവ് വിജയരാഘവൻ നയിച്ച ജാഥ, 2 ജാഥകൾ സംഗമിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂടുതൽ ഐക്യത്തോടുകൂടി നമ്മുടെ നാട്ടിന്റെ ഏറ്റവും ശക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജാതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സഞ്ചരിച്ച നേതാക്കന്മാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ 11 പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഐക്യ പ്രസ്ഥാന നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ സഖാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ലാൽസലാം സഖാക്കളെ. സഖാക്കളെ, അടുത്തതായി ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുക. യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഖാ
സഖാക്കളെ, സ്നേഹിതരെ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള 2 ജാഥകളുടെ സമാപനം ഇന്ന് നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂരും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും നടന്നു വരികയാണ്. നവകേരളത്തിനു വേണ്ടി വീണ്ടും LDF എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തിയത്. ഈ യാത്രയുടെ രാഷ്ട്രീയ പ്രസക്തി കേരളം ചർച്ച ചെയ്തു. അതിനപ്പുറം മറ്റൊരു പ്രസക്തിയുണ്ട്. എന്താണ് ആ പ്രസക്തി? ഒരു ചരിത്ര പ്രസക്തിയാണ്. ഈ യാത്രയുടനീളം നിറഞ്ഞു നിന്ന ഒരു ജനവികാരമുണ്ട്. LDFന്റെ ഭരണ തുടർച്ചയുണ്ടാകണം. ആ വികാരം ഇന്ന് ഈ യാത്രയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ഈ യാത്ര മാറി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമായി ആദ്യമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഒരു സർക്കാരിന്റെ തുടർഭരണത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ജാഥ ക്യാപ്റ്റൻ ശ്രീ ബിനോയ് വിശ്വം, അതോടൊപ്പം തന്നെ മറ്റ് ജാഥ അംഗങ്ങളെ എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ യാത്രക്കിടയിൽ തുടങ്ങിയപ്പോൾ മുതൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. എന്താണ് ആ രാഷ്ട്രീയ മാറ്റം? ഇന്ന് UDFിലുള്ള കോൺഗ്രസ് പാർട്ടിയിലുള്ള പലരും അതിനോട് അനുഭാവമുള്ള പ്രവർത്തകരും ഇന്ന് UDF വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുകയാണ്. അത് പ്രവർത്തകർ മാത്രമല്ല, ഇന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായ നേതാക്കന്മാർ പോലും ഇടതുപക്ഷത്തുള്ള ഘടകകക്ഷിയുടെയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മാറ്റം? അതിന് കാരണം എടുത്തു പരിശോധിച്ചാൽ ഇന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാളത്തെ BJP ആണ്. ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് രാവിലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ വൈകുന്നേരം BJP ആകുകയാണ്. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ, കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ SM കൃഷ്ണ ഉൾപ്പെടെ, ഇന്ന് തമിഴ്നാട്ടിലുള്ള കോൺഗ്രസിന്റെ വക്താവ് നടിയായിരുന്ന ഖുഷ്ബു ഉൾപ്പെടെ, ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം ഇന്ന് BJPയുടെ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും ഭാവിയിൽ അത് BJPയുടെ വോട്ടായി മാറുന്നു. ഈ തിരിച്ചറിവ് കേരളം ഇന്ന് കണ്ടിരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? ഇവിടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ഇന്ന് വർഗീയത ആളിപ്പടരുകയാണ്. ഇന്ന് വടക്കേ ഇന്ത്യയിൽ തൊട്ട് ഇവിടെ പുതുശ്ശേരി, നമ്മുടെ പോണ്ടിച്ചേരി, ആ കൊച്ചു ഗ്രാമത്തില് യൂണിയൻ ടെറിട്ടറിയിൽ ഇന്ന് കേരളത്തിന്റെ അതിർത്തി വരെ എത്തിയിരിക്കുന്നു.
പക്ഷെ ഇങ്ങോട്ട് കടക്കാൻ കഴിയാതെ വന്നത്, ആ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഒരു തുടർഭരണത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. 2 കാരണങ്ങളാണ്. ഒന്ന്, മതേതരത്വം കാത്തു സംരക്ഷിക്കണം. ഇവിടെ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് അത് നടപ്പിലാക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ കോൺഗ്രസും നാളത്തെ BJP ആയി മാറിയെങ്കിൽ എങ്ങനെ മതേതരത്വം കാത്തു സംരക്ഷിക്കാൻ കഴിയും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം, വികസനത്തിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ അക്കമിട്ട് പറഞ്ഞു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറം ഇന്ന് കേരള സമൂഹത്തിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ആ തുടർഭരണത്തിലേക്ക് ഉള്ള ആ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും അണിചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനായ എന്റെ സുഹൃത്തുമായ ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ ജാഥ അംഗങ്ങൾക്കെല്ലാം, ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ MP-മാർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ജാഥയ്ക്ക് സംഘാടക സമിതിയുടെ സ്വീകരണമാണ്. ആ സ്വീകരണത്തിന് ശേഷം ജാഥ അംഗം സഹോദരി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കും. കയ്യിൽ കൊടുത്താൽ മതി. ശരി. ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളെ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗം ഇനി ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് നന്നുള്ള ധാരണയുണ്ട്. ജാഥ 16-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷം മുതൽ ഇവിടെ സമാപിക്കുന്നത് വരെയുള്ള ജാഥയുടെ അനുഭവം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഞങ്ങളാരും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമാണ് ജാഥക്ക് വടക്കും തെക്കും 2 മേഖലയിലും ഉണ്ടാക്കാനായത് എന്നാണ് വടക്കൻ ജാതിയുടെയും തെക്കൻ ജാതിയുടെയും അനുഭവം പരസ്പരം ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി. സാധാരണ ഒരു ജാഥക്ക് സ്വീകരണം നൽകുക, ജാഥാ സ്വീകരണം അവസാനിപ്പിക്കുക എന്നുള്ളത് പോലെയല്ല. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിന് ഈ ജാഥക്ക് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാം എന്ന് ഓരോ സ്വീകരണ യോഗത്തിൽ നിന്നും ആളുകൾ ഞങ്ങളോട് സംവേദിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഓരോന്നല്ല ഇവിടെ എല്ലാവരും പറഞ്ഞു. ഒരു പ്രതിഭാസം പോലെ 5 കൊല്ലം LDF, പിന്നീട് UDF, അതങ്ങനെ മാറി മാറി വരികയാണ്. ഈ മാറി വരുന്ന കാര്യം ഇനിയും അങ്ങനെ മാറി വന്നാൽ
കേരളത്തിന്റെ വികസന പ്രക്രിയയെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന UDF ഒരിക്കലും ഇനി തിരിച്ചു വരരുത് എന്നവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവർ ഉറപ്പായിട്ട് ഞങ്ങളോട് സംവേദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തീരുമാനമായി, ഏപ്രിൽ മാസം 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു പുതിയ അധ്യായം സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെന്റിന് വീണ്ടും തിരിച്ചു വരാനാവും എന്നുള്ളതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാണ് ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം വ്യക്തമായ കണക്കുകൾ സഹിതം നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വിശദീകരിച്ചു. ഞങ്ങൾ ഈ ജാതിയിലുടനീളം പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ ശക്തികൾക്കെതിരായ പ്രതിരോധം തീർക്കുന്ന അതിന്റെ പ്രഭവ കേന്ദ്രമാണ് ഈ മുന്നണിയും ഗവൺമെന്റും. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന RSSന്റെ BJPയുടെ സംഘപരിവാറിന്റെ എല്ലാ വർഗീയ ധ്രുവീകരണ നിലപാടുകളെയും പ്രതിരോധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ, അതിന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അമിത്ഷാ ഏറ്റവും അവസാനം കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി കൽക്കത്തയിൽ വെച്ച് കുറെ കാലമായിട്ട് ആരും പറയാതിരുന്ന ഒരു കാര്യം ശക്തിയായിട്ട് ഉന്നയിക്കുകയുണ്ടായി ജനങ്ങളോട്. അത് പൗരത്വ ഭേദഗതി നിയമം അടിസ്ഥാനപ്പെടുത്തിയുള്ള രജിസ്റ്റർ ഞങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ വീണ്ടും തയ്യാറാക്കാൻ പോവുകയാണ്. അത് പറഞ്ഞ് 3-ാമത്തെ മണിക്കൂറിൽ ഞങ്ങളുടെ വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയ സഖാവ് പിണറായി വിജയൻ അതിന് കൃത്യമായ മറുപടി നൽകി. ആ രജിസ്റ്റർ കേരളത്തിൽ തീർക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഇതാണ് മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ ശക്തികളെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതിന്റെ പ്രായോഗിക രൂപമാണ് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ്. ആഗോളവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ഇനി ഒന്നും ബാക്കി വെക്കുന്നില്ല, എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ് എന്ന് മിനിഞ്ഞാന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെതിരായ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്, മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, അതുപോലെ തന്നെ മുന്നണി. അത് ഞങ്ങൾ ഈ ജാതിയിലുടനീളം ശക്തിയായിട്ട് വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. വളരെ വ്യക്തതയോടുകൂടി മുഖ്യമന്ത്രികളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞാലും ആ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവർ ഒറ്റക്കൊറ്റക്ക് കോൺഗ്രസ്സുകാരനോടും BJPക്കാരനോടും സംസാരിച്ചു നോക്ക്. അങ്ങനെ സംസാരിച്ചാൽ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് നേരെ കൊടുങ്കാറ്റുയർന്നാലും ആ തീരുമാനം നടപ്പിലാക്കിയിരിക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ആ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്നത്, ഒരു അഹങ്കാരത്തോട് നിൽക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മസിൽ പവർ കൊണ്ടല്ല. ഈ രാജ്യത്തെ തൊഴിലാളികൾ, കൃഷിക്കാര്, കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട ജനങ്ങൾ നിരവധിയായ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ രൂപപ്പെട്ട് വളർത്തിയെടുത്ത ഗുണമേന്മയുള്ള ജീവിതം നയിക്കുന്ന ഈ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ജനത, ആ ജനതയാണ് ഈ കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതിന് ഇനിയും മുന്നോട്ടേക്ക് നയിക്കണം. കേരളത്തിന്റെ വികസന പ്രക്രിയ അതിശക്തമത്തായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഞങ്ങൾ ഈ പ്രകടന ജാതിയുമായിട്ട്, ഈ ജാതിയുമായിട്ട്, മുന്നോട്ട് ജാതിയുമായിട്ട് വരുമ്പോൾ വഴിക്ക് വെച്ച് ആറ്റിങ്ങൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ സഖാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനൊരു പൊതുയോഗത്തിലൊക്കെ പിന്നീട് സംസാരിക്കുകയുണ്ടായി. അവിടെ സിംഗപ്പൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഇവിടെ ഇതിനിടെ വന്നപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് റോഡ്, അതുപോലെ തന്നെ പാലം, ആശുപത്രി, കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു. ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വലിയ വികസനമാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിന് വെളിച്ചത്തിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കമന്റ് എന്നോട് പറയുകയുണ്ടായി. ഇനി തുടർന്നൊരു 5 കൊല്ലം കൂടി പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ഇത് ലോകത്തിന്റെ മുമ്പിലെ ഒരു സിംഗപ്പൂരാവും ഈ കേരളം എന്നുള്ളതാണ്. അതായത് ഈ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ശ്രദ്ധിക്കാൻ
കേരളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നു. അത് ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ മറ്റു വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കരുതലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ട് കടലിൽ ചാടി. എന്നിട്ട് മനോരമ എഴുതുകയാണ്, ഒരു ദേശീയ നേതാവും ഇന്നേ വരെ കടലിൽ ചാടിയിട്ടില്ല. ഇപ്പൊ കടലിൽ ചാടുന്നതാണ് അത്ര ഏറ്റവും വലിയ ദേശീയ നേതാവിന്റെ ഗുണം. എന്നിട്ട് 2-3 കളവും പറഞ്ഞു. ഒന്നാമത്തെ കളവ് എന്താ പറഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടി പിടിച്ചിരുന്നാൽ ഏത് കള്ളക്കടത്തും നടത്താനാവും, ഏത് സ്വർണ്ണക്കള്ളക്കടത്തും നടത്താനാവും എന്നുള്ള പ്രചാരവേലയാണ് അദ്ദേഹം നടത്തിയത്. സാധാരണ കേരളത്തിൽ ഈ തറ വർത്താനം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പ്രതിപക്ഷ നേതാവാണ്, രമേശ് ചെന്നിത്തലയാണ്. അതിനേക്കാളും തറയായാലോ, അഖിലേന്ത്യാ നേതാവിന്റെ പ്രസംഗം അതിനേക്കാളും തറയായാലോ. ഞങ്ങൾ ചോദിച്ചു, ഈ ജാഥയിലുടനീളം നിങ്ങൾക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? പറയണല്ലോ, ബാധ്യതയുണ്ടല്ലോ, ചുമതലയുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറിനെ സംബന്ധിച്ച് മനോരമയും മാതൃഭൂമിയും മാധ്യമങ്ങളാകെയും സക്രമത്തായിട്ടിതാ മുഖ്യമന്ത്രിയുടെ മെല്ലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ്, വീട്ടിലേക്കാണ്, കുടുംബത്തിലേക്കാണ് എന്ന് പ്രചാരണങ്ങൾ നടത്തിയിട്ട് NIA ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ ആ ചാർജ് ഷീറ്റിന്റെ അകത്ത് പേരില്ലാത്ത ഒന്നാണ് ശിവശങ്കർ എന്നുള്ളത്. എന്നിട്ട് മാറി നിന്നിട്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് ദേശീയാടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ ബാധ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന നേതാവ് പറയാണ്, അവിടെ കൊടി പിടിക്കുന്ന ആളുകൾക്ക് ഏത് കള്ളക്കടത്തും നടത്താൻ അവകാശമുണ്ടെന്ന് യാതൊരു തെളിവുമില്ലാത്ത, യാതൊരു വസ്തുതയില്ലാത്ത കളവ് പറയുന്നതിന് എന്തെങ്കിലും അതിർത്തി വേണം. ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് തോന്നിയ പോലെ പറയല്ല വേണ്ടത്. അങ്ങനെ പറയുന്നതിന് ആധികാരികത വേണം. ആധികാരികത ഉണ്ടാക്കാനുള്ള ബാധ്യതയുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക്. അത് കാണിച്ചില്ല. ഞാൻ മറ്റു വിഷയത്തിലൊന്നും കിടക്കുന്നില്ല. വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലൊരു ജാഥയായിരുന്നു. ഈ ജാഥയ്ക്ക് കിട്ടിയിട്ടുള്ള സ്വീകരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാത്രമുള്ളതല്ല. എല്ലാ ജനവിഭാഗങ്ങളുടെയും നാനാ തുറകളിലുള്ള ആളുകൾ ഈ ജാഥയെ ശ്രദ്ധിക്കുന്നതിന്, ഈ ജാഥയെ കാണുന്നതിന്, ഈ ജാഥയെ സ്വീകരിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജാഥയിൽ ഞങ്ങൾക്ക് അനുകൂലമായി, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് വരുന്ന 6-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു സീറ്റും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായിട്ടും അതിന്റെ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നമുക്ക് നടത്താനുള്ളത്. ആ പ്രഖ്യാപനത്തിന്റെ ഊർജം യഥാർത്ഥത്തിൽ ഈ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജാഥ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സഖാവ് വിനോദ് വിശ്വം ജാഥയുടെ ക്യാപ്റ്റനെ ക്ഷണിക്കുകയാണ്. എത്രയും പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, ഈ ജാഥയിൽ ഞങ്ങളെല്ലാവരും സന്ദേശവാഹകന്മാരായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സന്ദേശമാണ് ഞങ്ങളും സഖാവ് വിജയരാഘവൻ നയിച്ച വടക്കൻ ജാഥയും കേരളത്തിലെ ജനങ്ങളുമായി കൈമാറിയത്. ഈ അനുഭവത്തെപ്പറ്റി ചുരുക്കമായി പറയാൻ പോലും ഒരുപാട് നേരം വേണമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല ബോധപൂർവം. പക്ഷേ കേരളത്തിൻ്റെ മനസ്സെന്താണെന്ന് ഈ ജാഥയിൽ പങ്കെടുത്തവർക്കെല്ലാം വീണ്ടും വീണ്ടും പറയുവാൻ കഴിയും. കേരളത്തിൻ്റെ മനസ്സ് തീരുമാനിച്ച കാര്യം വളരെ വ്യക്തമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ജാഥയുടെ ക്യാപ്റ്റനാകയാൽ ഈ ജാഥയിലെ എല്ലാ അംഗങ്ങളെയും ഔപചാരികമായി പരിചയപ്പെടുത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. അവർക്കെല്ലാം സ്വാഗത പ്രസംഗത്തിൽ സ്വാഗതം പറഞ്ഞ് കാണും. എങ്കിലും
ജാഥ ക്യാപ്റ്റൻ ഈ കർത്തവ്യം നിറവേറ്റിയേ തീരൂ. ഈ തെക്കൻ ജാഥയിൽ എന്നെ കൂടാതെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സഹാബ് MV ഗോവിന്ദൻ മാസ്റ്റർ, CPIയുടെ ദേശീയ കൗൺസിൽ അംഗം സഹാബ് P വസന്തം, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് ചാഴിക്കാടൻ MP, ജനതാദൾ എസ് സംസ്ഥാന നേതാവ് ശ്രീ സാബു ജോർജ്, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വർക്കല B രവികുമാർ, കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മാത്യൂസ് കോലഞ്ചേരി, LJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി സുരേന്ദ്രൻപിള്ള, കേരള കോൺഗ്രസ് B സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ MV മാണി, ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വഹാബ്, കേരള കോൺഗ്രസ് കർണിയാം സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല, ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് അഗസ്റ്റിൻ എന്നിവർ മെമ്പർമാരാണ്. ഞാൻ നന്ദി നിൽക്കുന്നത് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. ഒരു കാര്യം കട്ടായമായി പറയുവാൻ കഴിയും. പ്രബുദ്ധമായ കേരളം തീരുമാനിച്ചിരിക്കുന്നു ആ പഴയ ശീലം മാറ്റിക്കുറിക്കാൻ. ആ ശീലം നമുക്കറിയാം. 5 കൊല്ലം LDF ഭരിച്ചാൽ പിന്നത്തെ 5 കൊല്ലം UDF-ലാണ് പോലും. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയും പോലെ. പക്ഷേ കേരളം പ്രഖ്യാപിക്കുന്നു ഇന്നും നാളെയും LDF ആയിരിക്കും. LDF-ന്റെ തുടർഭരണത്തിന് വേണ്ടി ഈ സംസ്ഥാനവും ജനങ്ങളും കാത്തിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് എവിടെയും ലഭിച്ചത്. ജാഥ കടന്നു വന്ന എല്ലാ വഴികളിലും രാവിലെ എന്നോ നട്ടുച്ചയെന്നോ വൈകുന്നേരമെന്നോ രാത്രി വൈകിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ 10,000 തടിച്ചുകൂടി. LDF പ്രവർത്തകരും അതിന്റെ ബന്ധുക്കളും സ്വാഭാവികമായും അതിലുണ്ടായിരിക്കുമല്ലോ. പക്ഷെ പരമ്പരാഗതമായി LDF അല്ലാത്തവരും ഈ ജാഥയെ കാണുവാനും കേൾക്കുവാനും വേണ്ടി എല്ലായിടത്തും എത്തി. LDF അടിത്തറ വിപുലപ്പെടുകയാണ്. പുതിയ പുതിയ ബന്ധുക്കൾ LDF തേടുകയാണ്. LDF ആണ് പ്രതീക്ഷയെന്ന് കേരളം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷം അന്ധകാരം നിറയ്ക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം, വർഗീയ ഭ്രാന്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലെമ്പാടും ജനങ്ങളെ ചോട്ടുപിടിക്കുമ്പോൾ, കൃഷിക്കാരെ ഏറ്റവും ഭീകരമായി വഞ്ചിക്കുമ്പോൾ, തൊഴിലാളി വർഗത്തിന്റെ കയ്യും കാലും എഴുതികെട്ടി ചൂഷകരുടെ മുമ്പിലേക്ക് എടുത്തെറിയുമ്പോൾ, സർവകലാശാല ക്യാമ്പസുകളെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ തടങ്കൽപ്പാളയമാക്കി മാറ്റുമ്പോൾ, സ്ത്രീകളെ ഏറ്റവും ഭയാനകമായ രീതിയിൽ അവർ ചവിട്ടിത്തേക്കുമ്പോൾ, തൊഴിൽ പെൺകുട്ടികളെ കാമഭ്രാന്തന്മാർ എന്നുമെന്നും പിച്ചിച്ചിരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ, അതിനെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റുകൾ UP-യിലും മറ്റും ചൂട്ടുപിടിക്കുമ്പോൾ, ആദിവാസി ഭൂമികൾ ഇന്ത്യയിലെമ്പാടും കോർപ്പറേറ്റ് സ്ത്രീകൾക്ക് വേണ്ടി കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയുടെ ആകാശവും ഭൂമിയും പാതാളവും വരെ ഈ പറയുന്ന വിദേശ കൊള്ളക്കാർക്കായി കൈമാറ്റം ചെയ്യുമ്പോൾ ഈ രാജ്യം കാണുന്നുണ്ട് ആത്മനിർഭർ ഭാരതിന്റെ മുദ്രാവാക്യം മുഴക്കുന്ന ഗവൺമെന്റ് ആത്മനിർഭരതയുടെ താക്കോൽ FDI-യെ ഏൽപ്പിക്കുന്ന കാഴ്ച. FDI എന്നാൽ വിദേശ പ്രത്യക്ഷ നിക്ഷേപമാണല്ലോ. എന്ന് പറഞ്ഞാൽ വിദേശ കൊള്ളക്കാർ കെട്ടിപ്പടുക്കുന്ന ആത്മനിർഭരത. ഈ BJP-ക്ക് എന്തവകാശം സ്വദേശി എന്ന വാക്ക് പറയാൻ? ആ വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത BJP കൊടും വഞ്ചനയിലൂടെ നമ്മുടെ നാടിന്റെ എല്ലാ നന്മകളെയും ഒതുക്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവിയിൽ താല്പര്യമുള്ള ജനങ്ങളെല്ലാം ബദൽ വഴിയാനാവുകയാണ്. ആ ബദൽ വഴിയാണ് ഇക്കാലമത്രയും കേരളം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. 5 കൊല്ലം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് ആ ബദൽ രാഷ്ട്രീയത്തിന്റെ തെളിമയും ശക്തിയുമാണ് നാടിനെ ബോധ്യപ്പെടുത്തിയത്. ഈ രാഷ്ട്രീയത്തിന്റെ മഹത്വമാണ് ജനങ്ങളിപ്പോൾ ശരിവെക്കുന്നത്. കേരളം അതിനുവേണ്ടി ഇന്ത്യയോട് പറയുന്നു, സ്വന്തം കർത്തവ്യം ഈ തെക്കേ കോണിലെ കൊച്ചു ഭൂഭാഗമായ കേരളം തീർച്ചയായും നിറവേറ്റുമെന്ന് ഞങ്ങൾ പറയുന്നു. ഇവിടെ ഏതോ ഒരു സർവേ പ്രഹസനമുണ്ടായി. ആ സർവേ വീരന്മാർ പറയുന്നു അവർ നടത്തിയിട്ടുള്ള സർവേയുടെ ഫലം LDF-ന് ഔദാര്യം കണക്ക് അവർ 73 മുതൽ 78 സീറ്റുകൾ തരുമെന്ന് പറയുന്നു. അത് പറയുവാൻ വേണ്ടി അവർ ഒരുപാട് പാടുപെട്ട് കാണും. ഇപ്പോൾ തന്നെ കേരളത്തിൽ തദ്ദേശ
സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കേരളത്തിൽ 99 സീറ്റുകളിൽ മുമ്പിലാണ് LDF. ആ LDFന് ദാനമെന്തിന്? സർവേക്കാരുടെ ആ സർവേ വേണ്ട. ഞങ്ങൾ ഈ ജാഥ പറയുന്നു. ഈ ജാഥയും വടക്കൻ ജാഥയും കൂടി ഈ ജനങ്ങൾ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 10-20 ലക്ഷം ജനങ്ങളെ കണ്ടു കാണും. നേരിട്ടും അല്ലാതെയും കണ്ടു കാണും. എല്ലാവരെയും ഞങ്ങൾ മുഖാമുഖം കണ്ട് സംസാരിച്ചു എന്നല്ല പറയുന്നത്. ഒരുപാട് പേര് കണ്ടു സംസാരിച്ചു. പക്ഷേ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം കാണാൻ പറ്റില്ലല്ലോ. മിക്കവാറും പകുതി മുഖം മറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആരുടെയും വായും മൂക്കും കണ്ടില്ല. പക്ഷേ അവിടെ എത്തിയ എല്ലാവരുടെയും കണ്ണുകൾ ഞങ്ങൾ വായിച്ചു. കണ്ണുകൾക്ക് ആ കേൾപ്പുണ്ട്. കണ്ണുകൾ ആശയം കൈമാറും. എന്താണോ മനസ്സിൽ അത് കണ്ണുകൾ പറഞ്ഞു തരും. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, രോഷമാണെങ്കിൽ രോഷം, നിസ്സംഗതയെങ്കിൽ നിസ്സംഗത, പകയെങ്കിൽ പക, അനുഭാവമാണെങ്കിൽ അനുഭാവം, അനുരാഗമാണെങ്കിൽ അനുരാഗം, അതെല്ലാം കണ്ണുകൾ കൈമാറും. അതുകൊണ്ട് ഞങ്ങൾ വായിച്ചത് കണ്ണുകളിലൂടെയാണ്. സർവേയാണെങ്കിൽ ആ സർവേ ഉണ്ടായി. ആ സർവേയിൽ കൂടി LDFന്റെ ഈ ജാഥ പറയുന്നു, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 100 സീറ്റെങ്കിലും കിട്ടിയിരിക്കും LDFന്. ചിലപ്പോൾ അത് 110 ആകാം, 112, 13 ആകാം. എന്തായാലും 100 കുറയാൻ പോകുന്നില്ല. ഇത് LDFന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയുടെ ഭാഗമായിട്ട് LDF അഴിച്ചുവിട്ട 2 അശ്വമേധങ്ങളായിട്ടാണ് ജനങ്ങൾ ഈ ജാഥകൾ കണ്ടത്. അവിടെ എല്ലാം ഞങ്ങൾ കണ്ടു. നിറഞ്ഞ സ്നേഹം, ആർക്കും തടയാനാകാത്ത ആവേശ പ്രദർശനങ്ങൾ, ജനങ്ങൾ എല്ലാം നടന്നുകൊണ്ട് LDFന്റെ ആശയങ്ങൾ വാരിക്കൊള്ളുന്ന കാഴ്ച. ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഈ ജാഥയിലെ ഏതെങ്കിലും അംഗത്തോട് അവർ കാണിച്ച വ്യക്തിപരമായ സ്നേഹവായ്പല്ലാതെ ഒരിക്കലുമല്ല. ആ സ്നേഹം മുഴുവനും LDFനുള്ളതായിരുന്നു. ആ സ്നേഹം മുഴുവനും LDF എത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും മൂല്യങ്ങൾക്കും എല്ലാമുള്ള ഈ നാടിന്റെ പിന്തുണ പ്രഖ്യാപനമായിരുന്നു. അതിന്റെ തിരകളിലായിരുന്നു ഈ ജനങ്ങൾ മുഴുവനും. ഞങ്ങളെല്ലാവരും ആരും ക്ഷീണമറിഞ്ഞില്ല. കൊടും വെയിൽ ആരെയും തോർത്തിയില്ല. ജനങ്ങൾ തീരുമാനിച്ചിറങ്ങിയാൽ, ആ ജനങ്ങൾ ആശയങ്ങൾ ഏറ്റുവാങ്ങിയാൽ, ആ ആശയങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എന്തിനേയും മുന്നോട്ട് തള്ളി നീക്കാൻ കഴിയുമെന്നുള്ള പാഠം ഞങ്ങൾ വീണ്ടും കണ്ടു ഈ ജാഥകളിലൂടെ. ഒരു കാര്യം ഉറപ്പ്, ഈ ജാഥ ഉയർത്തിവിട്ട ആവേശത്തിന്റെ നേരെ മറുപുറമായി അപ്പുറത്തെ കേന്ദ്രങ്ങളിൽ അങ്കലാപ്പുണ്ടായിട്ടുണ്ടാകും. ഈ ജാഥ മാത്രമല്ല, LDF 5 കൊല്ലം കൊണ്ട് നവീനമായ കേരളം കെട്ടിപ്പടുക്കാൻ കാണിച്ച ഓരോ ശ്രമത്തിന്റെയും മുമ്പിൽ UDFന്റെയും BJPയുടെയും അടിത്തറ തകരുകയാണ്. ആ UDFും BJPയും എന്നും ചെയ്യുന്ന അതേ കൃത്യം ആവർത്തിക്കപ്പെടുകയാണ്. ആ കൃത്യം നമുക്കറിയാം. പരസ്പരം സഖ്യം ചെയ്യലാണ്. ചോദിച്ചേക്കാം ചില ആളുകൾ, മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്, ആ പാർട്ടിക്ക് BJPയുമായി സഖ്യം ചെയ്യാൻ കഴിയുമോ? BJP ഗാന്ധിജിയെ കൊന്ന പാർട്ടിയല്ലേ? ഗാന്ധിജിയെ കൊന്ന ആശയങ്ങളുടെ നേരവകാശിയാണ് BJP. ആ BJPയുമായി ന്യായമായി നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് സഖ്യം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ പുതിയ കോൺഗ്രസ്, ആ കോൺഗ്രസിന് BJPയുമായി ചങ്കാത്തം സ്ഥാപിക്കാൻ തരിമ്പും പ്രയാസമില്ല. BJPയുടെ കിടപ്രസികയായി മാറാൻ തയ്യാറാകുന്ന കോൺഗ്രസിനെ നമ്മളിപ്പോൾ കാണുന്നു. ഈ ദക്ഷിണേന്ത്യയിലെ ഏക കോൺഗ്രസ് പാർട്ടിയായിരുന്നു പോണ്ടിച്ചേരിയിലേത്. അതിപ്പോഴില്ല. 2 നാൾ മുമ്പ് ആ ഗവൺമെന്റ് വീണു. കോൺഗ്രസ് ആ സർക്കാരിന് കാഴ്ചവെച്ചു BJPക്ക്. മധ്യപ്രദേശിൽ കുറെ കാലം മുമ്പ് ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെയും കോൺഗ്രസ് കാഴ്ചവെച്ചു BJPക്ക്. സംസ്ഥാനങ്ങൾ തോറുമുള്ള സ്വന്തം ഗവൺമെന്റുകളിൽ BJPയുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി ഇടപെടുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. MPമാരും MLAമാരും മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ ഗവർണർമാർ, വക്കീൽ മന്ത്രിമാർ എന്ന് വേണ്ട 40-50 കൊല്ലക്കാലം കോൺഗ്രസായി ജീവിച്ചവർ രാജ്യരാമാനം BJPയാകുന്നു. എന്തൊരു മറിമായമാണിത്! ഈ മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു? കാരണം കോൺഗ്രസ്
ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ പൂർണ്ണമായും മറന്നിരിക്കുന്നു. ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെ പൂർണ്ണമായും മറന്ന കോൺഗ്രസിന്റെ പോക്കിൽ അസ്വസ്ഥതയുള്ളവർ ഏറെപ്പെടുന്നുണ്ട് കോൺഗ്രസിനകത്ത്. അതിന് കുറെ പേര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നത് ഇക്കുറി ഇടതുപക്ഷം തിരിച്ചു വന്നേ തീരുമെന്നാണ്. നമ്മൾ അതേപ്പറ്റി പറയുമ്പോൾ അറിയാതെയാണെങ്കിലും ഭാഷകൾ പഠിച്ച ഒരു പഴയ വ്യാകരണ ഭാഗം ഓർമ്മയിലേക്ക് വരുന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഉത്പ്രേക്ഷയെപ്പറ്റി. ഉത്പ്രേക്ഷ ലക്ഷണം പദ്യരൂപത്തിലാണ്. അത് പറയുന്നു, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വന്യത്തിലാശങ്ക ഉത്പ്രേക്ഷയ്ക്ക് അലങ്കൃതയെന്ന്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വന്യത്തിലാശങ്കയാണ് ഉത്പ്രേക്ഷ. ഉത്പ്രേക്ഷ പക്ഷേ ഭാഷയിൽ മാത്രമല്ല ഉണ്ടാവുക. ഉത്പ്രേക്ഷ രാഷ്ട്രീയത്തിലും വരും. രാഷ്ട്രീയത്തിലേക്ക് ഉത്പ്രേക്ഷ വന്നാൽ ഇങ്ങനെയിരിക്കും: അധികാര കുതിരൻ ധർമ്മയോഗത്താൽ BJP-യുടെ താമരമാനല്ലയോ കോൺഗ്രസിന്റെ കൈപ്പത്തി എന്ന് വർണ്ണത്തിൽ ആശങ്കയല്ല, യഥാർത്ഥമായ ബോധ്യമുളവാക്കുന്നു ഈ ഉത്പ്രേക്ഷ. അതിനെ കേരളം തീർച്ചയായിട്ടും കുഴിച്ചു മൂടും. ആപത്താണത്, അത്യാപത്താണ്. ആ ആപത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ ആ കോൺഗ്രസിനെ പിന്തിരിപ്പിക്കാൻ അസാധ്യമാണെന്ന് കണ്ട എത്രയോ ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ള കോൺഗ്രസുകാർ അവർ പുതിയ വഴികളാരായിരുന്നു. അവർക്കും സ്വീകാര്യമായ പോംവഴി ഇടതുപക്ഷമായിരിക്കുമെന്ന് ഈ ജാഥയ്ക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. ആ മാറ്റമുണ്ടാകും. വീണ്ടും LDF-ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സത്യത്തെയും മാനിച്ചുകൊണ്ട് ഈ കൊടിക്കൂറക്കാട് എത്തുവാൻ തയ്യാറാകുന്നുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത്, ഇക്കുറി കേരളം ചരിത്രം തീർത്തിക്കുറിക്കും. ഇനിയത്തെ തെരഞ്ഞെടുപ്പിലും അത് ഉറപ്പായി തെളിയിക്കപ്പെടും. LDF ജയിക്കാൻ പോകുകയാണ്. അവർ കളിയാക്കുന്നു LDF-ന്റെ ഗവൺമെന്റിനെ, സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിനെ. അവർ പറയുന്നു ഈ സർക്കാർ കിറ്റ് സർക്കാരാണെന്ന്. അവർ കളിയാക്കുന്നു ഈ സർക്കാർ പെൻഷൻ ഗവൺമെന്റാണെന്ന്. നമ്മൾ പറയുന്നു, വിനയപൂർവ്വം പറയുന്നു, അതേ മാന്യതേ, ഈ സർക്കാർ കിറ്റ് സർക്കാരാണ്. ഈ സർക്കാർ പെൻഷൻ സർക്കാരാണ്. ഈ സർക്കാർ ഇടതുപക്ഷമായതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, സർക്കാർ വീണ്ടും വരുമ്പോൾ ഈ സർക്കാർ കിറ്റ് സർക്കാരായി തുടരും. ഈ സർക്കാർ അപ്പോഴും പെൻഷൻ ഗവൺമെന്റായി പ്രവർത്തിക്കും. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യകത വന്നാൽ LDF ഗവൺമെന്റ് അപ്പോഴും കിറ്റ് കൊടുത്തിരിക്കും. പെൻഷൻ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും LDF ഗവൺമെന്റ്. കാരണം ഒരു കാര്യം ഉറപ്പ്, ഇടതുപക്ഷത്തിന് എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്, അവരുടെ ജീവിതമാണ്. ഈ പക്ഷത്തിനറിയാം എന്താണ് വിശപ്പെന്ന്. അതുകൊണ്ട് വിശപ്പില്ലാത്ത കേരളത്തിന് വേണ്ടി, എല്ലാവർക്കും ഭക്ഷണമുണ്ടാക്കുവാൻ വേണ്ടി, ഉറപ്പാക്കാൻ വേണ്ടി LDF പ്രവർത്തിക്കുമെന്ന് LDF-ന്റെ രാഷ്ട്രീയം, ആശയം, അതിന്റെ സാമൂഹിക ബോധം അതെല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്വീകാര്യത LDF-നുണ്ടായത്. ഈ വലിയ വിവാദത്തെ നമുക്കറിയാം. വിവാദമല്ല, ഒരു വലിയ ആഗോള സംവാദമാണത്. എന്താണ് വാസ്തവത്തിൽ വികസനം? വികസനം ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഈ ചോദ്യവും ഉത്തരവും വരുമ്പോഴാണ് ലോകത്തെവിടെയും ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറുന്നത്. വലതുപക്ഷം പറയുന്നു വികസനം വേണം, പക്ഷേ വികസനം പണക്കാർക്ക് വേണ്ടിയാണ്. വലിയ വലിയ മഹാസമുദ്രങ്ങൾ, വലിയ വലിയ അമ്പലചുംബികൾ, വലിയ വലിയ എടുപ്പുകൾ, അതെല്ലാം വന്നാൽ അവർ പറയും വലിയവർക്കെല്ലാം വേണ്ടതെല്ലാം കിട്ടുന്നു. അപ്പോൾ അവർ വിളിക്കുന്നു ഇതാണ് വികസനമെന്ന്. ഇടതുപക്ഷം പറയുന്നു വികസനമെന്നാൽ അത് കേന്ദ്ര പ്രശ്നം ജനങ്ങളാണ്. അവർക്ക് മെച്ചപ്പെട്ട ജീവിതമാണ്, തൊഴിലാണ്, വിദ്യാഭ്യാസമാണ്, ആരോഗ്യമാണ്, വീടാണ്, എല്ലാമാണ് മുഖ്യമായത്. അതിനാൽ ചോദ്യം ഇതായിരുന്നു എപ്പോഴും, പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്, ജനങ്ങളോ അതോ ലാഭമോ? വലതുപക്ഷം ലോകത്തെവിടെയും പറഞ്ഞു പ്രോഫിറ്റ്സ് പ്രോഫിറ്റ്സ് എന്ന്. എവിടെയും ഇടതുപക്ഷ മറുപടി ഒന്ന് മാത്രമാണ്, പീപ്പിൾ പീപ്പിൾ എന്ന്, ജനങ്ങൾ ജനങ്ങളെന്ന്. ആ ജനപക്ഷ വികസനമാണ് ഇടതുപക്ഷം ലോകത്തെവിടെയും പറയുന്ന ആശയമെങ്കിൽ അതിന്റെ ഏറ്റവും തെളിഞ്ഞ മുഖമായി ഇതാ ഈ തെക്കേക്കോടിലെ കേരളം ഇന്ത്യക്ക് ഇന്ത്യയോട് പറയുന്നു ഇതാണ്
ജനപക്ഷ വികസന മാർഗമെന്ന് ഇന്ത്യ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റമുണ്ടാകാൻ പോകുന്നത്. ആരാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ, പെൻഷൻ കൊടുത്തപ്പോൾ, കിറ്റ് കൊടുത്തപ്പോൾ ആരാണ് LDF നയിച്ചത്, വഴി കാണിച്ചത്? സ്വാഭാവികമായിട്ടും കാൾ മാർക്സാണ്. കാൾ മാർക്സ് വഴി കാണിച്ചിട്ടുണ്ട്, നാളെയും വഴി കാണിക്കും. പക്ഷേ മാർക്സ് മാത്രമല്ല ഞങ്ങൾ കിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ വഴി കാണിച്ചത് സ്വാമി വിവേകാനന്ദനുമാണ്. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അവതരിക്കുമെങ്കിൽ അവതരിക്കേണ്ടത് ആഹാരമായിട്ടാണെന്ന് പഠിപ്പിച്ച സ്വാമിയാണ് വിവേകാനന്ദൻ. അമേരിക്കയിൽ പോയി വർഷങ്ങൾക്കപ്പുറത്ത് ലോക മത സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ മതങ്ങളെയും പ്രസവിച്ച മതങ്ങളുടെ മാതാവായ ഹിന്ദുമതത്തിന്റെ പേരിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗാവധിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യതാണ്. പിന്നെ വിവേകാനന്ദൻ പറഞ്ഞു, ഹിന്ദുമതം എന്നെ പഠിപ്പിച്ചത് എല്ലാ മതങ്ങളുടെയും മനുഷ്യരെ ഒന്നായി കാണാനാണ്. സർവമതസാരമേകമെന്ന് ഉള്ള ആശയം ആ പ്രസംഗത്തിൽ വിവേകാനന്ദൻ പറയുകയുണ്ടായി. ലോകം കേട്ടത് ആ നാടിൽ കൂടിയാണ് ഈ മതത്തിന്റെ മഹത്വത്തെപ്പറ്റി. ആ വിവേകാനന്ദന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മാനിക്കും ആ വിവേകാനന്ദനെ. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ ശൂദ്രൻ ഭരിക്കുന്ന കാലം വരുമെന്ന്. ഞാൻ അതിലേക്ക് പോവുകയല്ലെങ്കിൽ പറയട്ടെ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര 4 വർണ്ണങ്ങളിൽ ഏറ്റവും താഴെയുള്ള ശൂദ്രൻ മുകളിലെ 3 വർണ്ണങ്ങളുടെയും പാത്രം കഴുകാനും മുറ്റമടിക്കാനും പോകേണ്ട ദാസ്യപ്പണിക്കാരനായ ശൂദ്രൻ, ആ ശൂദ്രൻ രാജ്യം ഭരിക്കുന്ന കാലം വരുമെന്ന് അന്ന് പറഞ്ഞു വിവേകാനന്ദൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അർത്ഥത്തിൽ സോഷ്യലിസ്റ്റാണെന്ന്. ഈ വിവേകാനന്ദൻ ഞങ്ങൾക്കറിയാം. ആ വിവേകാനന്ദൻ പഠിപ്പിച്ച മതമാണ് ഞങ്ങൾ കാണുന്ന ഹിന്ദുമതം. ഞങ്ങൾക്കതുകൊണ്ട് ആ മതത്തോട് അന്ധമായി കലഹിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ മതങ്ങളെ കാണുന്നത് അതിന്റെ ഇമ്മാതിരിയുള്ള ആശയങ്ങളെ സ്ഥാനപ്പെടുത്തിയാണ്. അല്ലാതെ വർഗീയ ഭ്രാന്തിന്റെ പ്രതീകമായി മതങ്ങളെ മാറ്റുന്ന മതഭ്രാന്തനെ ഇടതുപക്ഷം മതമായി കാണുകയില്ല. മതം മറ്റെന്തോ ആണ്. BJPയും RSSും ന്യൂനപക്ഷ തീവ്രവാദികളും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന മതതീവ്രവാദമല്ല മതമെന്ന് പറയുവാൻ ഇടതുപക്ഷം മടിക്കുന്നില്ല. ഈ വഴിയിൽ വിവേകാനന്ദൻ LDFന് വഴി കാണിച്ചുവെങ്കിൽ വീണ്ടും പറയട്ടെ, അതുപോലെ ഞങ്ങളെ യേശുക്രിസ്തു വഴി കാണിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു 2000 കൊല്ലം മുമ്പ് നിന്ദിതരെ, പീഡിതരെ, നിരാശ്രയരെ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ യേശുക്രിസ്തു. ആ കാലത്ത് വലതുപക്ഷമായ പരീശന്മാരെയും ശാസ്ത്രങ്ങളെയും നോക്കി വിര ചൂണ്ടിയിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പാപസന്തതികളാണ്, നിങ്ങൾ എന്റെ പിതാവിന്റെ ആലയത്തെ അശുദ്ധമാക്കിയവരാണ്, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടകളാണ്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങളെ ചാട്ടവാറിനാൽ അടിച്ചു പുറത്താക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. ആ യേശുക്രിസ്തു അനീതികളെയും അക്രമങ്ങളെയും വെല്ലുവിളിച്ച ആ പ്രക്ഷോഭകാരി, മനുഷ്യന്റെ വേദനയ്ക്കപ്പെടുന്ന ആ വലിയ അന്വേഷകൻ, ആ യേശുക്രിസ്തു ഞങ്ങളെ വഴി കാണിച്ചിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റുന്ന ഒരു മാർപ്പാപ്പയെ കാണുന്നത് ഇപ്പോൾ ഈ ലോകത്തിന് ആ പ്രത്യേകതയുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ ലോകമെന്ന് കാണുന്നുണ്ട്. ആ മാർപ്പാപ്പ നിരുസംഗം പറയുകയാണ്, മുദ്രാടത്വം എല്ലാത്തരം കോളയുടെയും വഴികാട്ടിയാണെന്ന് പറയുകയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, എല്ലാ മനുഷ്യപ്രവൃത്തികളുടെയും കേന്ദ്ര പ്രശ്നം ലാഭം അഥവാ പണം മാത്രമാണെന്ന് വന്നാൽ മതവും വിശ്വാസങ്ങളും പറയുന്ന എല്ലാ മൂല്യങ്ങൾക്കും മുറിവേൽക്കും എന്ന് പറയുന്ന മാർപ്പാപ്പയോട് ആദരവുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് ആദരവുണ്ട്. അതിന് വെണ്ണിനെ പറഞ്ഞു, മൂലധനം വൃദ്ധന്മാരോട് അനീതി കാണിക്കുന്നു, മൂലധനം ചെറുപ്പക്കാരോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു, മൂലധനം സ്ത്രീകളോട് കടുത്ത അവഗണന കാണിക്കുന്നു, മൂലധനവാഴ്ചക്കെതിരായി നിൽക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. സഭ ചിന്തിക്കുമ്പോൾ ഈ വഴിക്ക് ചിന്തിക്കാൻ പറയുന്നു ഈ പുതിയ മാർപ്പാപ്പ. അത് കേട്ടപ്പോൾ അമേരിക്കയിലെ BJPക്കാരായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് ഹാലിളകി. അവർ പറഞ്ഞു, വത്തിക്കാനിലിതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിരിക്കുന്നുവെന്ന് നിരന്തരമായി പറഞ്ഞു. അവർ
അമേരിക്കൻ പ്രതിപക്ഷത്തിന്റെ ഔദ്യോഗിക നാവായ ദ ഫോക്സ് ടിവി നിരന്തരം ഈ ആക്രമണത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചപ്പോൾ സഹിക്കട്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. അദ്ദേഹം പറഞ്ഞു, കൂടെ പറഞ്ഞു, പക്ഷേ അവർ സത്യം പറയുമ്പോൾ ഞാൻ പറയും അവർ സത്യമാണ് പറഞ്ഞത് എന്ന്. ഇതാണ് പുതിയ കാലം. ഈ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസങ്ങളുമായി തീർച്ചയായിട്ടും സംവദിക്കാൻ കഴിയും. കലാപത്തിന്റെ ഭാഷയിലല്ല, വൈരാഗ്യമുറ്റിയ ഭാഷയിലല്ല, സൗഹാർദ്ദവും പരസ്പര ആദരവും പുലർത്തിക്കൊണ്ട് ഇടതുപക്ഷം എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികളുമായി സംവദിക്കാൻ ഒരുക്കമാണെന്ന് ഈ ജാഥ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു. ജനങ്ങൾ അതിനെ ശ്രദ്ധാപൂർവം കേട്ടു. താല്പര്യപൂർവ്വമാണ് വിശ്വാസികളായ ആയിരങ്ങൾ കേൾക്കാൻ വന്നത്. ഒരുപാട് പേർ ഞങ്ങളെ അപ്പോൾ തന്നെ പ്രതികരണം അറിയിച്ചു. തീർച്ചയായിട്ടും ചിന്തകൾ മാറുകയാണ്, സമൂഹത്തിന്റെ ബോധം മാറുകയാണ്. ആ മതത്തിന്റെ പൊതുവായ ഗതി ഇടത്തേക്കാണ് എന്ന് പറയുവാൻ സംശയമാക്കും വേണ്ട. ഇതാണ് ഈ ജാഥയുടെ അനുഭവങ്ങളെ ചുരുക്കി പറയാനാകുന്ന കാര്യമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ വഴിക്ക് LDF നീങ്ങും. എല്ലാ വിഷയങ്ങളിലും ഇടപെടുമ്പോൾ, എല്ലാത്തരം ശരികളെയും ശരിവെക്കുമ്പോൾ ഇടതുപക്ഷം ഒരു കാര്യം വ്യക്തമായി പറയുന്നു: മതങ്ങളുമായി സംവദിക്കാൻ തയ്യാർ, വിശ്വാസികളുമായി ആദരവുണർത്തിയ ബന്ധം സ്ഥാപിക്കാൻ തയ്യാർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം മതതീവ്രവാദവുമായി LDFന് സന്ധിയുണ്ടെന്നല്ല. അല്ലേ അല്ല. LDFന് ഉറപ്പായും പറയാൻ കഴിയും, മതങ്ങളെ മാനിക്കാം, വിശ്വാസികളെ മാനിക്കാം, എന്നാൽ മതതീവ്രവാദവുമായി ഇടതുപക്ഷത്തിന് ഒരിക്കലും സന്ധിയില്ല. കാരണം മതതീവ്രവാദം മതമല്ല. മതങ്ങൾ പറയുന്ന എല്ലാ മാനവികമായ ധാർമ്മികമായ അംശങ്ങളെയും മതതീവ്രവാദം തള്ളിക്കളയുന്നു. അത് ഭ്രാന്താണ്. മതഭ്രാന്ത് അതുകൊണ്ട് മതമല്ല. മതഭ്രാന്ത് മതമല്ല. ഈ അർത്ഥത്തിൽ കൃത്യമായി ഇടതുപക്ഷം എല്ലായിടത്തും വ്യക്തമാക്കി. മതത്തിന്റെ പേരിൽ മതഭ്രാന്തിനെ തലോലിക്കുന്ന തീവ്രവാദവുമായുള്ള ഈ സമരത്തിൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. തീവ്രവാദം എല്ലാ മതങ്ങൾക്കുള്ളിലും ഒരേ സമയത്ത് ശക്തിപ്പെടുന്നു. എന്തുകൊണ്ടാണ്? മുതലാളിത്ത പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ, അതിന്റെ ഫലമായി അതിന്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെടുമ്പോൾ, ജനങ്ങൾ കൂടുതലായി ആ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള മാർഗം ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്. ഭിന്നിപ്പിക്കാൻ പറ്റിയ മാർഗം ജനങ്ങളെ തന്നെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ അവർക്ക് വിശ്വാസമുള്ള മതങ്ങളിലേക്ക് തീവ്രവാദത്തിന്റെയും ഭ്രാന്തിന്റെയും വിത്തുവിതയ്ക്കലാണ്. അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും, ലോകത്തെവിടെയും, ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും, എന്തിന് ബുദ്ധമതത്തിൽ പോലും ലോകത്ത് ഇന്നിപ്പോൾ ശക്തിപ്പെടുന്നുണ്ട് ഈ ധാരകൾ. തീവ്രവാദത്തിന്റെ വഴികൾ ശക്തിപ്പെടുന്നുണ്ട്. അതിന്റെ പുറകിലെ ആപത്തിനെ പറ്റി തികഞ്ഞ ബോധം ഉണ്ട് ഇടതുപക്ഷത്തിന്. അതിനാൽ ഇടതുപക്ഷം പറയുന്നു, തീവ്രവാദത്തിന്റെ ശക്തികളെയും മതങ്ങളെയും തമ്മിൽ വേർപെടുത്തുക എന്ന് പറയുന്ന മുഖ്യമായ കടമ ഇന്നുണ്ട് ലോകത്ത്. ഇത് വലിയ വരയാണ്. ആ വരയുടെ ഇപ്പുറത്താണ് ഭൂരിപക്ഷം വിശ്വാസികളും, അപ്പുറത്താണ് ചുരുക്കം പേർ മാത്രമുള്ള തീവ്രവാദികളും മതഭ്രാന്തന്മാരും. അവർ പക്ഷേ മതങ്ങളെ റാഞ്ചാൻ ശ്രമിക്കുകയാണിപ്പോൾ. അവർ മതത്തിൽ നിന്നും ദൈവത്തെ കുടിയിറക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. ദൈവം കുടിയിറക്കപ്പെട്ടാൽ മതങ്ങൾക്ക് പിന്നെ ബാക്കി എന്തുണ്ട്? എല്ലാ വിശ്വാസികളും ഗൗരവമായി ചിന്തിക്കേണ്ട മുഖ്യ വിഷയം ഇതാണ്. ഈ തീവ്രവാദികളും മതഭ്രാന്തം പറയും പോലെ ദൈവത്തെ ഇറക്കിവിട്ടാൽ മതങ്ങൾ പിന്നെ വെറും പുറന്തോട് മാത്രമായി മാറും. ആ ദുരന്തം മതങ്ങൾക്കുണ്ടാകാതിരിക്കാൻ എല്ലാ മതവിശ്വാസികളും ജാഗ്രത പാലിക്കാത്ത പക്ഷം മതം പറയുന്ന ദൈവീകമായ, പാവനമായ, മാനവികമായ അംശങ്ങളെല്ലാം ചോർന്നുപോകും. ഇടതുപക്ഷം അതിനെപ്പറ്റി സ്നേഹപുരസ്സരം ആദരപൂർവ്വം മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ വിശ്വാസികൾക്കും. ഞങ്ങൾ കൂടെ പറയുന്നു, അതിന് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച്, തലതല്ലി കീറിച്ച്, പരസ്പരം കലാപങ്ങളുണ്ടാക്കി, ഈ സമൂഹത്തിലാകെ തന്നെ വേർതിരിവുണ്ടാക്കി, സമൂഹത്തിന്റെ നന്മകളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മതഭ്രാന്തരെ ചെറുക്കാനുള്ള മഹാസമരത്തിൽ, ആ സമരത്തെ ഇടതുപക്ഷം ഒരു പാവന പോരാട്ടമായി കാണും. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷം എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കാൻ തയ്യാറായിരിക്കും. ഞങ്ങൾ എവിടെയും പറഞ്ഞു, ഞങ്ങളിതാ
കൈകൾ നീട്ടിപ്പിടിക്കുന്നുവെന്ന്. ആ കൈകളിലേക്ക് സ്നേഹപൂർവ്വം കൈ ചേർക്കാൻ ആരൊക്കെ വരുമോ അവരോടെല്ലാം കൈ ചേർത്ത് പിടിക്കാൻ ഒരുക്കമാണ് ഞങ്ങൾ. നന്മയ്ക്ക് വേണ്ടിയാണ്, ശരിക്ക് വേണ്ടിയാണ്, ജീവിതത്തിന് വേണ്ടിയാണ്, വിശപ്പകറ്റാൻ വേണ്ടിയാണ്, തൊഴിലിന് വേണ്ടിയാണ്, ഈ നാടിനെ വികസിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഇടതുപക്ഷം നേരെയുള്ള എല്ലാവരുമായും സഹകരിക്കും. അതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. ശത്രുക്കളായി ഞങ്ങൾ പറയുമെങ്കിൽ അത് പ്രതിരോധത്തിന്റെ ശക്തികൾ മാത്രമായിട്ടായിരിക്കും. ബാക്കി എല്ലാവരും ഞങ്ങളെ കാണാനും കേൾക്കാനും വന്നത് തികഞ്ഞ സ്നേഹത്തോടെയാണെന്ന് ഈ ജാഥയിലെ ഓരോ അംഗത്തിനും പറയുവാൻ കഴിയും. അതിനാൽ സഖാക്കളെ, ഈ ജാഥ സമാപിക്കുന്ന വേളയിൽ ഓരോ അംഗത്തിന്റെയും പേരിൽ ഞാൻ എല്ലാവരോടും പറയുന്നു, ഈ ജാഥ തന്ന ഉണർവെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരുന്നില്ല. അത് വീണ്ടും പറയട്ടെ, ഒട്ടും വ്യക്തിപരമല്ല. നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ വികാസത്തിൽ മുഖ്യമായ പങ്ക് എന്ന് വഹിച്ച പ്രസ്ഥാനം. 957 മുതൽ അത് കേരളം കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ ജീവിതപാതയിലേക്ക് നാടിനെ ഒരു ഭരണകൂടത്തിന് നയിക്കാനാവുക എന്ന് അന്ന് മുതൽ നാം പഠിച്ച പാഠമാണ്. കേരളം ഭരിച്ച എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റുകളും ആ വഴിക്കാണ് മുമ്പോട്ട് പോയത്. ഇന്നിതാ ആ യാത്രയിൽ, പ്രബുദ്ധമായ യാത്രയിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ഒരുപാട് നേട്ടത്തിന്റെ തൂലുകളുമായി നിൽക്കുകയാണ്. ആ നേട്ടങ്ങൾ ഓരോന്നും നമ്മോട് പറയുന്നു, ഭാവിയിൽ നമുക്ക് പ്രതീക്ഷാപൂർവ്വം ചുവട് വയ്ക്കാൻ അവകാശമുണ്ടെന്ന്. നാം ചുവട് വയ്ക്കും. അതുകൊണ്ടാണ് ഉറപ്പായും പറയാനാവുക, ജനങ്ങൾ LDFന്റെ കൂടെയാണ്. സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ LDFന്റെ കൂടെയാണ്, LDF ജനങ്ങളുടെ കൂടെയാണെന്ന്. സത്യമാണത്, 1000 വട്ടം സത്യമാണത്. ജനങ്ങൾ LDFന്റെ കൂടെയാണ്. ആ ജനങ്ങൾ LDFനെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് നയിക്കും. അതിനുവേണ്ടിയുള്ള മഹാസമരത്തിൽ നമുക്കെല്ലാം കാൽവയ്ക്കാം. അതിന്റെ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആരും വിശ്രമിക്കാൻ പോകുന്നില്ല. വിശ്രമിക്കാൻ നമുക്ക് അവകാശവുമില്ല. നമ്മൾ ആരും ആ പുഴങ്കഥയിലെ മുയലാകാൻ പോകുകയില്ല. ആ മുയൽ മെല്ലെ ഒന്ന് ഉറങ്ങി, നാം ഉറങ്ങില്ല. നമ്മൾ രാഷ്ട്രീയമായി ഉണർന്നിരിക്കും, എല്ലായ്പ്പോഴും ഉണർന്നിരിക്കും. എന്നിട്ട് നാം ലക്ഷ്യം നേടും വരെയും അഭംഗുരം യാത്രയിൽ മുന്നോട്ട് പോകും. സാക്കളെ, യാത്രയിൽ നമുക്ക് ജയിക്കണം. നാം തോറ്റാൽ ഇന്ത്യ തോൽക്കും. നാം തോറ്റാൽ കേരളം തോൽക്കും. തോൽക്കാൻ പാടില്ല. ഇന്ത്യയും കേരളവും തോൽക്കാൻ പാടില്ല. ജനങ്ങൾ ജയിക്കണം. അതുകൊണ്ട് LDF ജയിക്കണം. അതിനായി നമുക്കെല്ലാം ഒറ്റക്കെട്ടായി കൈകൾ കോർത്തു പിടിച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേരുന്നു. സഖാക്കളെ, മുന്നോട്ട്. ലാൽ സലാം. ഈ യോഗത്തിന് നന്ദി പറയാൻ LDFന്റെ കൺവീനർ ഫിറോസ് ലാലിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് GR അനിൽ, പ്രിയമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹാക്കളെ, ഫെബ്രുവരി മാസം 14-ാം തീയതി ആരംഭിച്ച് ഇന്നിവിടെ അവസാനിച്ച വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ ബഹുമാന്യനായ സഖാവ് ബിനോയ് വിശ്വം MP, പ്രിയങ്കരായിട്ടുള്ള ജാഥാംഗങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, ഈ യോഗം ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഖാക്കൾ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. യോഗ നടപടികൾ അവസാനിച്ചു.